Deepa, sorry. Right. Good evening, everyone. Immunity and Ayurveda. In Ayurveda, the superior vital essence of all bodily tissues is called ojas. Overall, it is responsible for the defense of human body against diseases and infirmity. In today's pandemic world, we are very concerned about everybody's health, especially the health of our Ernakulam branch members. So in order to help us know more about this, we in association with Kottakkal Arya Vaidyashala has organized for a program this evening, wherein we have two very eminent speakers who will be talking to us. But before that, may I request the chairman of Ernakulam branch of Institute of Chartered Accountants of India, C. Ranjit Warrior, to kindly welcome the guests and the speakers. Over to you, Chairman. Yes. Very, very good evening to most respected members. Ellavarikkum namaskaram. ഇന്നത്തെ ഈ ടോപ്പിക് ഇമ്മ്യൂണിറ്റി ആൻഡ് ആയുർവേദ എന്ന് പറയുന്നത് ഒരു വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെന്ന് മനസ്സിലാക്കുന്നു. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ആദ്യം ഇങ്ങനെ ഒരു ആശയം നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ അപ്പോഴാണ് തോന്നുന്നത് ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇറ്റ് ഈസ് ഓഫ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ദാറ്റ് ഓൾ ഓഫ് us are aware of the situation that we are undergoing. നമ്മളെല്ലാവരും ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ടൈംസിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ സംബന്ധിച്ച് ഇന്ന് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയും കൂടെ ഞങ്ങൾക്ക് രാവിലെ കിട്ടുകയുണ്ടായി. നമ്മുടെ എല്ലാവരുടെയും വളരെ പ്രിയങ്കരനായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ശ്രീ M.A. അജിത് എന്ന് പറയുന്ന സജീവൻ അജിത് അസോസിയേറ്റ്സിലെ 45 വയസ്സ് അത്രയേ ഉള്ളൂ. എന്നിരുന്നാൽ കൂടെ പാവം കോവിഡിന്റെ ഈ പശ്ചാത്തലത്തിൽ he had to unfortunately be a victim to challenge. ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയേണ്ടിയ അല്ലെങ്കിൽ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഡോക്ടർ രമേഷും ഡോക്ടർ TMU ഉണ്ണികൃഷ്ണൻ സാറും കോട്ടക്കൽ ആര്യ വൈദ്യശാല ഒരു വെഞ്ചർ ആയിട്ട് ടു ഹെൽപ്പ് അവർ പ്രൊഫഷണൽസ് ടു ഫേസ് ആൻഡ് ടു അണ്ടർഗോ സ്പെഷ്യലി പ്രത്യേകിച്ച് ഞാനിപ്പോ പറയാറുള്ള പോലെ നമുക്ക് പലവർക്കും ഈ സാഹചര്യത്തിൽ നമുക്ക് അറിയില്ല എങ്ങനെയാണ് ഒരു ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കേണ്ടത്. ഇങ്ങനത്തെ ഒരു ചാലഞ്ചിന് നമ്മൾ എങ്ങനെയാ ലോകത്തിനെ ഫേസ് ചെയ്യേണ്ടത്. ഐ എം ഷുവർ ഓൾ ഓഫ് us agree to the fact that ഒരു ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് ഇസ് ഡെവലപ്ഡ് overnight. It is a result of a lot of practices, lot of our customs, lot of our lifestyles per se. Something that we all undergo and then eventually develop എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഇമ്മ്യൂണിറ്റി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാൽ കൂടെ ആയുർവേദ എന്ന് പറയുന്ന നമ്മുടെ ഒരു വളരെ പരമ്പരാഗതമായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രഡീഷന്റെ ഭാഗമായിട്ട് വളരെ ഓർഗാനിക് ആയിട്ട് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് സംതിങ് ദാറ്റ് വിൽ ക്യൂർ യുവർ ഇമ്മീഡിയറ്റ് നീഡ് ഓർ റിക്വയർമെന്റ്, but it is something that will keep your life very healthy and happy, to be frank, personally, without any other kind of effects, unlike severe other medications. അങ്ങനത്തെ സാഹചര്യത്തിൽ അതേപോലെ നമ്മളിപ്പോ ഈ പല ഫ്ലയേഴ്സ് ആണെങ്കിലും പല പ്രോഗ്രാംസിന്റെ മെസ്സേജുകൾ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് വരുന്ന മെസ്സേജ് രഞ്ജിത്ത് ഐ ഹാവ് ബീൻ ടെസ്റ്റഡ് പോസിറ്റീവ്, എനിക്ക് ചിലപ്പോൾ ഇന്ന് കയറാൻ സാധിക്കില്ല, ഐ എം നോട്ട് കീപ്പിംഗ് വെൽ, അല്ലെങ്കിൽ പനി വന്നു ഞാൻ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയി. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ ദർ ഇസ് എ ലോട്ട് ഓഫ് പാനിക് ഓൾസോ. ഇന്നലെ രാത്രി തുടരെ എൻ്റെ ഒരു നെയ്ബർ എന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഞാനൊരു മീറ്റിംഗിലായിരുന്നു, ഇപ്പൊ കട്ട് ചെയ്യേണ്ടി വന്നു. Then when I called him back, Ranjit, I'm so sorry, I am tested positive, can you connect me to a good doctor? അപ്പൊ അങ്ങനെ പാനിക് ആയിരിക്കുന്ന സാഹചര്യം. അതേപോലെ പലവരും കോവിഡിന്ന് റിലീവ് ചെയ്ത് നിൽക്കുമ്പോൾ പലവരും പറയുന്നത് കേൾക്കാം, വളരെയധികം ക്ഷീണമാണ്, കോവിഡ് കഴിഞ്ഞിട്ട് ഭയങ്കര ടയേർഡ് ആവുന്നു, ഭയങ്കര ക്ഷീണമാവുന്നു. They are not sure what to do, whom to talk to, this thing. എന്റെ കുടുംബത്തിൽ പേഴ്സണലി നവംബറിൽ COVID, we had a small stint of COVID, പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് താങ്ക്ഫുള്ളി വി ആർ ഓൾ സേഫ് ആൻഡ് ബാക്ക് ടു നോർമൽ. സോ ചിലപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലായിരിക്കാം എന്നെ വിളിച്ച് ചോദിക്കുന്നതും. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യത്തിൽ there's a lot of uncertainty, people don't know what to do, and people are a lot nervous, anxious. ഇങ്ങനത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ ആങ്ഷ്യസ് ആവാനുള്ള സാഹചര്യം ഉണ്ടാവില്ലായിരിക്കും, എന്നിരുന്നാൽ കൂടെ വളരെ ടെൻഷൻ ആവുന്നു. കോവിഡ് പോസിറ്റീവ് എന്നുള്ളൊരു വാക്ക് കാണുമ്പോൾ വളരെയധികം ടെൻഷൻ ആവുന്നു. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ടോക്ക് ഷോ ഐ തിങ്ക് ഇറ്റ് ഇസ് ദ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് പ്രോബബ്ലി ഫോർ ചാർട്ടേഡ് അക്കൗണ്ടൻസ് എറണാകുളം ബ്രാഞ്ചിന്റെ കീഴിൽ, അല്ലെങ്കിൽ ഒരു പക്ഷേ കേരളത്തിൽ തന്നെ. അതുകൊണ്ടായിരിക്കും നിരവധി ബ്രാഞ്ചുകാർ എൻ്റെ ഈ ഫ്ലയർ കാണുമ്പോൾ എന്നോട് യൂസർ ഐഡിയും പാസ്വേഡും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. But nonetheless, I am very, very thankful, to be frank, to Dr. Ramesh and to Dr. Unnikrishnan sir for initiating this kind of a topic and a discussion to help our professionals, to help the society at large. And at the outset, let me welcome both of you all, sirs,
for this great session today. Very, very hearty welcome to you, sirs. We are also having a decent participation. I'm sure we are 47 now. We are hoping to have a few more good people. And in fact, all of us have circulated in the open circle as well through a lot of our various residents associations and various other groups also. So welcoming each one of you, chartered accountants and the public at large for this program today. Let us all have a good learning, and most importantly, whatever the doctors say, kindly let us all practice whatever they say for our good benefit and for the benefit of our family. And last but not the least, kindly stay safe, kindly try and possible be at home, stay safe for yourself and for the good of your family. Thank you so much. Back to you, Chairman. ആദ്യം നമുക്ക് ഡോക്ടർ രമേശ് വാര്യരുടെ അടുത്ത് നിന്ന് തന്നെ കേൾക്കാം എന്താണ് നമ്മുടെ ആയുർവേദവും ഇമ്മ്യൂണിറ്റിയും ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. He is the Chief of Clinical Research at Aryavedishala, Kottakkal. Over to you, sir. We're waiting to listen to you. Thank you. Thank you very much. Deepa Madam and Mr. Ranjit Warrior and all other my dear friends. ഇത് ഒരു നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ അസോസിയേഷൻ ആണ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്. ഈ പ്രൊഫഷണൽ കോഴ്സുകളാണ് നമ്മളെപ്പോഴും ചേരുമ്പോൾ ഈ ഡോക്ടേഴ്സും വക്കീലന്മാരും ചാർട്ടേഡ് അക്കൗണ്ടൻസും എന്നും ഒരു പ്രൊഫഷണൽ രീതിയിലാണ് അവരുടെ ജീവിതം തുടങ്ങുന്നത്. ബട്ട് ടൈം ഈസ് നോട്ട് വിത്ത് യു, സോ യുവർ ഹോൾ ലൈഫ് ഈസ് ബിസി വിത്ത് സോ മെനി തിങ്സ്. അപ്പോ ഞാനിപ്പോ ഇതിനെപ്പറ്റി ജസ്റ്റ് പറയാൻ തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാല് ഇമ്മ്യൂണിറ്റിയെ പറ്റി ഞാൻ പറയാം. അതിന് മുൻപ് ഞാൻ 20 മിനിറ്റ്സിന് ഇതൊന്ന് സ്റ്റാർട്ട് 20 മിനിറ്റ് സംസാരിക്കാമെന്നാണ്. അത് കഴിഞ്ഞിട്ട് അധികം ചെയ്യാം. അപ്പോ ഇമ്മ്യൂണിറ്റി എന്നുള്ള വേർഡ് വളരെ ബ്യൂട്ടിഫുള്ളി യു ഹാവ് എക്സ്പ്ലെയിൻഡ് ഓൾറെഡി, ഓജസ് എന്ന വാക്ക് വെച്ചിട്ട്. അപ്പൊ അതിനു മുൻപ് ഈ നമ്മള് പ്രകൃതിയുമായി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങൾ. ആൻഡ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേർഡിങ് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അത് ഇന്ത്യക്ക് പുറത്തു പോയപ്പോഴാണ് ഒരു ഗാർഡന്റെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നു, we have to live in this world as if we have borrowed it from our future generation. You should not live in this world as if you have ancestrally got this land and you can use it in whatever way you want. That is the main mistake man always does and still going on doing that. ഇത് ആണ് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൈമാറേണ്ട ഭൂമി. സുന്ദരമായ നല്ല ശുദ്ധമായ ജലമുള്ള ശുദ്ധമായ വായുവുള്ള ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമുള്ള അവർക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ലഭിക്കാവുന്ന ഒരു ഭൂമി കൈമാറാൻ ഇന്ന് നമ്മളെ കൊണ്ടാവില്ല, ലോകത്ത് എവിടെയും. അപ്പോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് ഇവിടുന്നാണ് ഇമ്മ്യൂണിറ്റിയും എല്ലാം തുടങ്ങുന്നത്. അപ്പോ ഇത് നമ്മൾ നഷ്ടപ്പെടുത്തി ഇനിയെങ്കിലും നമ്മൾ അതിനെപ്പറ്റി പ്രകൃതിയിൽ നിന്ന് നമ്മൾ എത്രത്തോളം അകന്നു പോകുന്നുവോ അത്രത്തോളം നമ്മളുടെ ആരോഗ്യവും പ്രകൃതി നമുക്ക് തിരിച്ച് അതിനനുസരിച്ചുള്ള അവര് ഇത്രയും ക്ഷമയോടെയാണ് ഭൂമി നമ്മളെ കാത്തു സൂക്ഷിക്കുന്നത് എങ്കിൽ പോലും നമ്മള് ആ ഭൂമിയോട് ചെയ്യുന്നത് മുഴുവനും നിരർത്ഥകമായ കാര്യങ്ങളാണ്. ഞാനത് പറയേണ്ട കാര്യമില്ല. ഇത് തന്നെയാണ് WHO ഡയറക്ടർ ജനറലും പറഞ്ഞത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ മുൻപത്തെ ഡയറക്ടർ, ഇപ്പോഴത്തെ അല്ല. അവര് പറഞ്ഞത് അൺപ്ലാൻഡ് urbanization, global acceptance of unhealthy lifestyle and demographic age. We are aging. The world population is aging. അപ്പൊ ഈ 3 കാര്യങ്ങളെ കൊണ്ട് ഹെൽത്ത് സിനേറിയോയില്, അതായത് 21st century ഗ്ലോബൽ കൺസേൺസ് എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാല് പ്രധാനമായിട്ടും ഈ 3 കാര്യങ്ങളെ കൊണ്ട് കമ്മ്യൂണിക്കബിൾ ഡിസോർഡേഴ്സ്, നമ്മള് ട്യൂബർകുലോസിസ് ആയാലും പോളിയോ ആയാലും ഒക്കെ ഇറ്റ് ഹാസ് കം അണ്ടർ കൺട്രോൾ. പക്ഷേ നോൺ കമ്മ്യൂണിക്കബിൾ ക്രോണിക് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് അതെന്തൊക്കെയാണ്? അത് ആണ് ഇപ്പോൾ റെസ്പിറേറ്ററി ഇഷ്യൂസ്, ഹാർട്ട് സംബന്ധമായിട്ടുള്ള കാർഡിയോളജി ഇഷ്യൂസ്, കാർഡിയാക് ഇഷ്യൂസ്, പിന്നെ സ്ട്രെസ് റിലേറ്റഡ് ഇഷ്യൂസ്, ലിവർ കിഡ്നി ഇഷ്യൂസ്, ക്യാൻസർ, ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സ് ലൈക്ക് പാർക്കിൻസൺസ് പോലെ, മോട്ടോർ ന്യൂറോൺ ഡിസീസ് പോലെ. ഇത് ശരിക്കും ഇത് വന്നു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിനും ചികിത്സിക്കാൻ കഴിയുന്നില്ല. പക്ഷേ
അത് എങ്ങനെയാണ് നമ്മൾ ഇത് ഹാൻഡിൽ ചെയ്യുന്നത്? അത് ഒരു മൾട്ടി സിസ്റ്റം അപ്രോച്ച് കൊണ്ട് അവരുടെ ക്രോണിക് ആ ലൈഫിനെ, അതായത് പണ്ടൊക്കെ ഇപ്പൊ ഡയബറ്റീസ് വന്നാൽ ഡിസീസ് ട്രാൻസിഷൻ എന്ന് പറയും. ഡയബറ്റീസ് വന്നാൽ രോഗി മരിക്കുകയില്ല. അതല്ല, ഡയബറ്റിക് ലൈഫാണ്. അതുപോലെ സ്ട്രോക്ക് വന്നാൽ പണ്ട് ഡെത്ത് ആയിരുന്നു. പക്ഷെ ഇന്നിപ്പോ അതല്ല. മെഡിക്കൽ അഡ്വാൻസ്മെന്റ് കൊണ്ട് സ്ട്രോക്ക് വന്നാൽ വാസ്കുലാർ ഡിമെൻഷ്യ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ജീവിച്ചു പോവുകയാണ്. അപ്പോ ഈ ജീവിതം ഇങ്ങനെ ആവുകയും അതിനോടൊപ്പം തന്നെ മറ്റേ നമ്മുടെ ഡിസബിലിറ്റീസ് വരിക, പ്രായാധിക്യത്തോട് കൂടിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഓർമ്മക്കുറവുണ്ടാവുക, ഇങ്ങനെ ഒരു സൊസൈറ്റിയാണ് വളർന്നു വരുന്നത്. പക്ഷെ അതിനിടയിലാണ് അൺഫോർച്ചുനേറ്റ്ലി ഇടുക്കി പോലെ, അതായത് ഈ നമുക്ക് മറ്റേ ഇത് പറയില്ലേ, ഭിക്ഷയും കിട്ടിയില്ല പട്ടിയും കടിച്ചു എന്ന് പറഞ്ഞ പോലെ നമുക്ക് വന്നത് അപ്പോഴാണ് ഈ കോവിഡ് പോലെയുള്ള ഒരു മഹാമാരി ആൻഡ് പാൻഡമിക്. ഈ പാൻഡമിക് ഇപ്പോഴും പുതുതാണ്. 1.5 വർഷമേ ആയിട്ടുള്ളൂ. 1.5 വർഷമായിട്ട് ഇപ്പൊ നമ്മൾ വാക്സിൻ ഡെവലപ്പ് ചെയ്തിട്ട് വാക്സിൻ കൊണ്ട് ഒരു പരിധി വരെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയും ഇമ്മ്യൂൺ ആക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ഇപ്പോഴും ക്ലിയർ അല്ല. ഇപ്പോഴും അതിന്റെ നിരന്തരം പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ആ സമയത്താണ് ഞാൻ ഈ പറയുന്ന ഒരു കാര്യം വരുന്നത്. അതായത് ഈ ഇമ്മ്യൂണിറ്റിയുടെ കാര്യം, ഓജസ് ശരിയായ വേർഡാണ് ഉപയോഗിച്ചത്. അതായത് രോഗപ്രതിരോധ ശക്തിയെ നമ്മൾ ഓജസ് എന്നും രോഗക്ഷമത്വം എന്നും വിളിക്കാം. പക്ഷേ ആയുർവേദം ആദ്യം മുതൽ തന്നെ പറയുന്ന പല കാര്യങ്ങളും. അതിലൊന്ന് ആണ് എന്താണ് സഹജം, കാലജം, യുക്തികൃതം. ഇങ്ങനെ 3 ബലങ്ങൾ മനുഷ്യനുണ്ട്. സഹജം എന്താണ്? നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഇന്നേറ്റ് ഹീലിംഗ് പൊട്ടൻഷ്യൽസ് ആണ്. കാലജം എന്താണ്? നമ്മുടെ ഏജ് കൂടുമ്പോൾ, അതായത് കുട്ടികൾക്ക് അണ്ടർ ഡെവലപ്ഡ് ആവുമ്പോൾ അത്ര ഇമ്മ്യൂണിറ്റി ഉണ്ടാവില്ല. പക്ഷെ പ്യൂബർട്ടിയോട് കൂടിയിട്ട് നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടാവും. ആൻഡ് പ്രായമാവുമ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം പിന്നെയും വീക്കാവും. അതാണ് കാലജം. അതുപോലെ കാലം മാറും. അതായത് ആയുർവേദം എപ്പോഴും വിശ്വസിക്കുന്നത്, എപ്പോഴും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, യു ആർ എ പാർട്ട് ഓഫ് ദ യൂണിവേഴ്സ്. നിങ്ങളൊരു മാക്രോകോസം, ഒരു മൈക്രോകോസമാണ് മാക്രോകോസം. അപ്പോൾ ഇവിടെ നടക്കുന്ന മാറ്റങ്ങൾ ഇപ്പോൾ നമുക്കത് വിസിബിൾ ആണ്. ഇപ്പോൾ മഴക്കാലം മാറി നമ്മൾ വേനൽക്കാലം വരും, അല്ലെങ്കിൽ മഞ്ഞുകാലത്തേക്ക് മാറുമ്പോൾ നമ്മളുടെ ശരീരവും അതിന് പ്രതികരിക്കും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, രോഗങ്ങൾ ഉണ്ടാവും. ആ രോഗങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആയുർവേദം പറയുന്നതാണ് ഋതുചര്യ, ദിനചര്യ, ഋതുചര്യ. ഒരു ഋതു മാറി വേറെ ഋതുവിലേക്ക് പോകുമ്പോൾ ഇതിനൊക്കെ ഇന്ന് റെലവൻസ് കൂടി വന്നിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഗ്ലോബൽ ആക്സെപ്റ്റൻസ് ഓഫ് അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ. നമ്മള് പണ്ടൊക്കെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ധാരാളം ഈ വീട്ടിലുണ്ടാക്കിയ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ ധാരാളം കഴിക്കുകയും അതുപോലെ തന്നെ നമ്മൾ സ്ഥിരം ഓടിക്കളിക്കുക, അങ്ങനെയൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റി. ഇന്നത്തെ ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി. എല്ലാവരും ഈ ഇപ്പൊ പ്രത്യേകിച്ച് കോവിഡ് വന്നതിന് ശേഷം വി ആർ ഓൾ സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഒന്ന് ഇതില്ല. അപ്പോൾ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാതെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം. ഒരു ഇമ്മ്യൂണിറ്റിക്ക് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഒരു അപ്പൊ സഹജം, കാലജം, പിന്നെ യുക്തികൃതം. യുക്തികൃതം എന്നുള്ള ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുക? അപ്പോൾ ഇതിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ആയുർവേദത്തില് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് കൂടി ജസ്റ്റ് ഒന്ന് ഞാൻ മെൻഷൻ ചെയ്യാം. ചരക സംഹിതയില് ജനപദോത്സംസനീയം എന്ന 3ാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസിങ് അബൌട്ട് എ പാൻഡമിക്. അതായത് ഈ പാൻഡമിക് എങ്ങനെയാണ് വരുന്നത്? കാലം, ജലം, വായു, ദേശം ഇത് ദുഷിക്കുമ്പോൾ ഇത് മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ട് തന്നെയാണെന്നാണ് അവരും പറയുന്നത്. അങ്ങനെ വരുമ്പോ കംപ്ലീറ്റ് ജനങ്ങൾക്ക് അസുഖങ്ങൾ പിടിക്കും. അപ്പൊ അത് ദോഷാടിസ്ഥാനത്തിൽ ആയുർവേദം ത്രിദോഷ സിദ്ധാന്തം പറയുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ ത്രിദോഷ സിദ്ധാന്തത്തിനൊന്നും പ്രസക്തിയില്ല. എല്ലാവരും ഒരുപോലെ സിക്കാം. അപ്പൊ അതിൽ ഇൻഫെക്ഷൻ, അതിന് വരുന്ന കഴിഞ്ഞ സുശ്രുതാചാര്യൻ പറയുന്നു ഔപസർഗിക രോഗങ്ങൾ. ഇപ്പോൾ ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് മാറാവുന്ന, പടർന്നു പിടിക്കാവുന്ന അസുഖങ്ങൾ. അതിൽ ഇൻഫെക്ഷ്യസ് ഫീവർ ഉണ്ട്, ഈ സ്കിൻ ഡിസീസ് ഉണ്ട്, ഇൻഫെക്ഷ്യസ് ഫീവർ ഉണ്ട്. അപ്പൊ ഇതിനും അവർ ചികിത്സയും പറയുന്നു. ചികിത്സ എന്താണ് പറയുന്നത്? ഒന്ന്, മനുഷ്യന്റെ പ്രവൃത്തികൾ നന്നാക്കാൻ തന്നെ പറയുന്നു. അതേസമയം തന്നെ ഒരു ശോധന ചികിത്സ, പഞ്ചകർമ്മ പോലത്തെ ചികിത്സകളും പിന്നെ രസായന ചികിത്സയും, ഇമ്മ്യൂണിറ്റിയെ മോഡുലേറ്റ് ചെയ്യാം. പലപ്പോഴും നമ്മൾ ഇമ്മ്യൂൺ ബൂസ്റ്റിംഗ് എന്നുള്ള വേർഡ് ഉപയോഗിക്കാറുണ്ടെങ്കിലും പല ആധുനിക റിസർച്ചുകളും കാണിക്കുന്നത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ മോഡുലേറ്റ് ചെയ്യാണ് ആയുർവേദ മരുന്നുകൾ ചെയ്യുന്നത്. അത് പ്രൂവൺ ആണ്. ഞാൻ പറയുന്നതൊക്കെ പ്രൂവൺ ആയിട്ടുള്ള, നമ്മളിപ്പോൾ റിസർച്ച് ഏരിയയിലും കൂടുതൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടും ഞാൻ ഒരു പ്രാക്ടീസിങ് ഫിസിഷ്യൻ ആണ്. അതിനുശേഷം ഒരുപാട് റിസർച്ച് ഓർഗനൈസേഷൻസ് ആയിട്ട്, മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് ആയിട്ടും ആയുർവേദ കേട്ടുണ്ടാവുക. ഞാൻ ഒരു 17 വർഷം ഡൽഹിയിലായിരുന്നു. ഡൽഹിയിലും
ഒരുപാട് എക്സ്പോഷർ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ടായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് വെച്ചാൽ, എങ്ങനെയാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുക? ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വെറും മരുന്ന് കഴിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ശുദ്ധമായ ജലം, ശുദ്ധമായ വായു, ശുദ്ധമായ ഭക്ഷണം, അതായത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഭക്ഷണം, അതുപോലെ തന്നെ സ്ട്രെസ് ഫ്രീ മൈൻഡ്. നമ്മള് സ്ട്രെസ്ഫുൾ, പണ്ടുള്ള ആളുകൾ പറയും കുട്ടികളെ പേടിപ്പിക്കരുത്, അവർക്ക് പനി വരും. അത് പറയാൻ കാരണം ഇതാണ്, നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് സ്ട്രെസ്. എപ്പോഴും നിങ്ങൾക്ക് സ്ട്രെസ്ഫുൾ ആണ് നിങ്ങളുടെ ലൈഫ്, ചെറിയ ചെറിയ കാര്യങ്ങൾക്കടക്കം നമ്മൾ ടെൻഷൻ അടിക്കുന്ന ആളാണെന്ന് വെച്ചാൽ നമുക്ക് ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും. അപ്പൊ അത് പിന്നെ ഉറക്കം, നല്ല ഉറക്കം കിട്ടണം, 8 മണിക്കൂറെങ്കിലും സുഖമായിട്ടുള്ള ഉറക്കം കിട്ടണം. പിന്നെ നമ്മുടെ മൈക്രോബയോട്ട എന്ന് പറയും, നമ്മളുടെ മെറ്റബോളിസം നടക്കുന്നത്, വൈബ്രന്റ് മെറ്റബോളിസം, നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നത് നല്ല ഇമ്മ്യൂണിറ്റിക്ക് ആവശ്യമാണ്. അതിനെന്ത് വേണം? ചിട്ടയായ ഒരു ആഹാര രീതി, ചിട്ടയായ നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക, ദഹനം നോക്കി ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ നമ്മൾക്ക് മറ്റേ ഇറാഷണൽ കോമ്പിനേഷൻസ് കഴിക്കാതിരിക്കുക. പിന്നെ ഡീപ് ഫ്രൈഡ് ഐറ്റംസ്, ബേക്കറി ഐറ്റംസ്, അങ്ങനത്തെ ജങ്ക് ഫുഡ് എന്നും ജീവിതത്തിന്റെ ഒരു ഭാഗമായാൽ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കുറയും. പിന്നെ അതുമാതിരി എക്സസൈസ് നമ്മൾ റെഗുലർ ആയിട്ട്. ഇതോടൊപ്പം തന്നെ നമ്മൾ മൈക്രോബയോട്ട എന്ന് പറയുന്നത് നമ്മളുടെ തന്നെ ഉള്ളിലുള്ള ബാക്ടീരിയകളാണ്. ഈ ബാക്ടീരിയൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതും നമ്മളുടെ ഫിസിയോളജിയും കൂടിയാണ് നമ്മുടെ മെറ്റബോളിസത്തിനെ വൈബ്രന്റ് ആക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ഇമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം. അതോടൊപ്പം തന്നെ ഇമ്മ്യൂണോ മോഡുലേറ്റിംഗ് ആയിട്ടുള്ള നമ്മളുടെ ആഹാര വിഹാരങ്ങൾ ആൻഡ് മരുന്നുകൾ, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആര്യവൈദ്യശാല ഒരു റിസർച്ച്, ഇനി ബാക്കി കാര്യങ്ങൾ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പറയുന്നുണ്ടായിരിക്കും, അതിന്റെ പ്രാക്ടീസ് ഉണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നത്, പക്ഷെ നിങ്ങൾക്ക് എൻകറേജിങ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് ഈ കേരള ഗവൺമെന്റ് ആദ്യത്തെ ലോക്ക്ഡൗൺ സമയത്ത് തന്നെ പല ആണ്, അതിലൊന്ന് സ്വാസ്ഥ്യം എന്ന് പറഞ്ഞു, 60 വയസ്സിന് മീതെ താഴെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അതിന് 7 ലക്ഷത്തോളം ആളുകള് ആയുർവേദ മരുന്നുകൾ കഴിച്ചിട്ട് വളരെ പോസിറ്റീവ് റിസൾട്ട്സ് രേഖപ്പെടുത്തി. സുഖായുഷ്യം എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിന് തന്നെ വേറൊരു പരിപാടിയുണ്ട്. അത് 15/4/20 തുടങ്ങിയതാണ്. ഒരു 60 വയസ്സിന് മീതെ ഉള്ള ആളുകള്, അത് റിവേഴ്സ് ക്വാറന്റൈനിൽ ഇരിക്കുന്ന ആളുകൾ, അവര് 5 ലക്ഷത്തിൽ മീതെ ആളുകൾക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അമൃതം, ഈ അമൃതം എന്നുള്ള പദ്ധതിയാണ് 8 ലക്ഷത്തിൽ മീതെ ആളുകൾ, അതായത് ഫസ്റ്റ് കോണ്ടാക്ട്സ്, ഒരു കോവിഡ് പേഷ്യൻസുമായിട്ട് ബന്ധമുണ്ടായ അല്ലെങ്കിൽ അടുത്തുള്ള ആളുകൾ, ആ പ്രൈമറി കോണ്ടാക്ട് പീപ്പിൾക്കാണ് ഇത് കൊടുക്കുന്നത്. അതില് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 0.32 to 0.34%, 32% ആളുകൾക്ക് മാത്രമേ അസുഖം വന്നിട്ടുള്ളൂ. ആ അസുഖം തന്നെ വളരെ വളരെ മൈൽഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാണ്. പിന്നെ ഭേഷജം എന്ന് പറയുന്നത് 1.25 ലക്ഷത്തോളം ആളുകൾ കോവിഡ് വിത്ത് മൈൽഡ് സിംറ്റംസ് ഉള്ള ആളുകൾ, അതിന്റെ റിപ്പോർട്ട് ഇപ്പൊ സർക്കാർ കൊടുത്തിട്ടുണ്ട്. പുനർജനി, പോസ്റ്റ് കോവിഡ് കഴിഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, റെസ്പിറേറ്ററി ഇഷ്യൂസ്, കാർഡിയാക് ഇഷ്യൂസ്, ആൻസൈറ്റി, കുട്ടികൾക്ക് ഇമ്മ്യൂൺ സിസ്റ്റം ഇഷ്യൂ, സ്കിൻ പ്രോബ്ലംസ്. ഇതിന് ഇപ്പൊ ആര്യവൈദ്യശാലയും അതിന് ക്ലിനിക്സ് ഉണ്ട്, നമ്മളുടെ എല്ലാ ബ്രാഞ്ചിലും ആയിട്ടുള്ള നമ്മളൊരു ട്രെയിനിങ് പോലെ നമ്മളൊരു ഡിസ്കഷൻ കഴിഞ്ഞിട്ട്, ഇന്നലെയും കൂടി ഡിസ്കഷൻ ഉണ്ടായിരുന്നു ഈ പുതിയ ഫംഗൽ ഇൻഫെക്ഷനെ പറ്റിയിട്ടുള്ള. അപ്പൊ അതിനൊക്കെ ഒരു പ്രോട്ടോകോൾസും അതെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മളത് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ആര്യവൈദ്യശാലയുടെ റിസർച്ച് കൂടി പറഞ്ഞിട്ട് നിർത്താം. ആര്യവൈദ്യശാല ആദ്യം മുതൽ തന്നെ നമ്മളിത് നോക്കുന്നുണ്ടായിരുന്നു, എന്ത് ചെയ്യാൻ കഴിയും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു പുതിയ വൈറസ് ആണെങ്കിൽ പോലും ഇതിനു മുൻപുണ്ടായ വൈറൽ ഇൻഫെക്ഷനുകളെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പൊ ഞാൻ ഡൽഹിയിൽ ഇരിക്കുമ്പോഴാണ് ചിക്കൻ ഗുനിയ പോലെയുള്ള സംഗതി, ഡെങ്കു ഒക്കെ അവിടെ വളരെയധികമായിരുന്നു, ഹോസ്പിറ്റലുകളൊക്കെ ഫില്ലായിട്ട് അത്രയും. അപ്പൊ ഒരുപാട് ആളുകൾ വന്നിരുന്നു. അന്ന് നമ്മൾ ആയുർവേദ മരുന്നുകളെ കൊണ്ട് അവരുടെ സിംറ്റംസിനെയും അവരുടെ പോസ്റ്റ് എന്താ പറയാ ഇൻഫെക്ഷൻ കോംപ്ലിക്കേഷൻസിനെയും ചികിത്സിച്ചിരുന്നു. കേരളത്തിലും അത് വളരെ ആക്റ്റീവായിട്ട് നടന്നിട്ടുണ്ട്. ഗവൺമെന്റ് പ്രൈവറ്റ് ആയുർവേദ അസോസിയേഷനും ചേർന്നുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ ചെയ്തു. അപ്പൊ നമ്മൾ എന്താണ് ചെയ്തത്?
അതിൽ ഉപയോഗിച്ച പല മരുന്നുകളും, അതായത് ആയുർവേദത്തിൽ തന്നെ പറയുന്ന ഇൻഫെക്ഷ്യസ് ഡിസീസസിന്, ഇൻഫെക്ഷ്യസ് ഫീവറിനൊക്കെ ഉപയോഗിക്കാവുന്ന പല മരുന്ന്. അതിൽ ഉദാഹരണമാണ് ഈ ഇന്ദുകാന്തം കഷായം, വില്ലുവാതി ഗുളിക, മുക്കാമക്കൊടുവാതി ഗുളിക. അപ്പൊ ഇതിന്റെ നമുക്കൊരു അവിടെ R&D ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ക്ലിനിക്കൽ റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതുപോലെ CMPR, സെന്റർ ഫോർ മെഡിസിനൽ പ്ലാന്റ് റിസർച്ച്. അവിടെ ഇതിന്റെ കെമിക്കൽ പ്രൊഫൈലിംഗ് ചെയ്തപ്പോ നമ്മൾ കണ്ടത് വളരെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഈ മരുന്നുകളിലൊക്കെയാണ്. അതെന്താണ്? ഇപ്പൊ പ്രധാനമായിട്ട് ഈ ഒരു വൈറസിന്റെ കാര്യത്തില് നമുക്ക് ഒന്ന് വൈറസിന്റെ ലോഡിനെ കുറയ്ക്കാൻ പറ്റുക, അതുപോലെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുക. പിന്നെ ആന്റി ഇൻഫ്ലമേഷൻ ആണ് ഇതിന്റെ വേറൊരു പ്രശ്നം ഉണ്ടാവുക. അത് പിന്നെ അതുമാതിരി ആന്റി ഓക്സിഡന്റ് ആക്റ്റീവ്. ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ മരുന്നുകൾ ശരിക്ക് ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം ഈ കോവിഡ് മാത്രമല്ല ഉപയോഗപ്രദമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ആയുർവേദശാല. അപ്പൊ ഇതിനെ പറ്റിയിട്ടുള്ള പേപ്പർ നമ്മൾ പിയർ റിവ്യൂഡ് ജേർണലിൽ, സയന്റിഫിക് ജേർണലിൽ നമ്മൾ പബ്ലിഷ് ചെയ്തു. സ്പ്രിംഗർ ജേർണലിലാണ് പബ്ലിഷ് ചെയ്തത്. അത് വളരെ വേൾഡ് വൈഡ് സർക്കുലേഷൻ അതിന് കിട്ടുകയും അത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് USA അത് നോട്ടിഫൈ ചെയ്യുകയും ഈ കാലഘട്ടത്തിൽ റെഫർ ചെയ്യപ്പെടേണ്ട ഒരു ആർട്ടിക്കിൾ ആയിട്ട് അതിനെ നോട്ടിഫൈ ചെയ്യുകയും ചെയ്തു. ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് നമ്മൾ ഇനി എന്ത് ചെയ്യാം, അതായത് കോവിഡ് വൈറസിനെ തന്നെ നമ്മൾ ഈ മരുന്നുകളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിന്റെ ഒരു അന്വേഷണത്തിന്റെ ഫലമായിട്ട് നമ്മൾ എവിടെയാണ് വൈറസ് ലാബുള്ള സ്ഥലത്ത് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അത് വളരെ കോസ്റ്റ്ലിയാണ്, ഈ വൈറോളജി ലാബൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ. അത് അവസാനം CSIR, സെൻട്രൽ ഗവൺമെന്റിന്റെ തന്നെ CSIR-ന്റെ ഭാഗമായ സെന്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലാർ ബയോളജി, ഹൈദരാബാദ്, അവിടെ ഇത്ര സയന്റിസ്റ്റുമായിട്ട് ഞങ്ങൾ സംസാരിക്കുകയും അവര് അങ്ങനെ നമ്മുടെ ഈ മരുന്നുകൾ എക്സാമിൻ ചെയ്യാം, അതിനെപ്പറ്റി പരീക്ഷണങ്ങൾ ചെയ്യാം. അങ്ങനെയാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പൊ ആദ്യ ആഴ്ച അന്ന് ലോക്ക്ഡൌൺ ആയിരുന്നു, അയച്ച സാമ്പിളൊക്കെ കേടുവന്ന് പോയി. അവസാനം ഇത് കയ്യിൽ കൊണ്ടുപോയി അവിടെ പേഴ്സണലി കൊടുത്തത് നോക്കുമ്പോൾ അതിന് ആന്റിവൈറൽ ആക്ടിവിറ്റി കാണുന്നു. അവർക്ക് തന്നെ അത്ഭുതമായി. കാരണം അവര് മോഡേൺ മെഡിസിന്റെ റിസർച്ചുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഈ മരുന്നുകളെ കൊണ്ട് വൈറസിന്റെ ലോഡിനെ കുറയ്ക്കാൻ കഴിയുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞങ്ങൾ ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഈ MOU സൈൻ ചെയ്ത പ്രകാരം ഇപ്പൊ നമ്മളുടെ 5 പ്രോഡക്റ്റ് അണ്ടർ ഇവാലുവേഷൻ ആണ്. ആ ഇവാലുവേഷന്റെ ഫലം നമുക്ക് മുഴുവനായിട്ട് ഇപ്പൊ പറയാറായിട്ടില്ല, പക്ഷെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത്ര ഇപ്പൊ നമുക്ക് പറയാൻ അറിയുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോ ആയുർവേദശാല ചെയ്തിട്ടുണ്ട്. ആയുർവേദശാല ചെയ്യുമ്പോൾ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോട് കൂടിയിട്ട് വെറുതെ എന്തെങ്കിലും പറയുന്നതെന്നും എന്തെങ്കിലും ഒരു സയന്റിഫിക് പ്രൂഫ്, മോഡേൺ ടൂൾസ് ഉപയോഗിച്ചിട്ടുള്ള സയന്റിഫിക് ടൂൾസ് കൊണ്ട് നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് എ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് റിസൾട്ട്. അപ്പൊ അതിന് ഇഫക്റ്റ് ഒന്നും ഇല്ല, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അപ്പൊ അത് നമ്മള് ഇനി അതിന്റെ ഫർദർ സ്റ്റഡീസും ഇതൊക്കെ ആയിട്ട് നമ്മൾ മുൻപോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത്, ഈ പാൻഡമിക്സിനെ പറ്റിയിട്ട് ആയുർവേദ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, അത് കൈകാര്യം ചെയ്യുന്ന അതിനെ പറ്റിയിട്ട് ഗൈഡൻസ് തന്നിട്ടുണ്ടെങ്കിലും നമ്മൾ നമ്മുടേതായിട്ടുള്ള തനതായിട്ടുള്ള ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട്, എനിക്ക് ആഹാരത്തിന്റെ കാര്യത്തിൽ നിങ്ങളോട് എനിക്ക് ഒരു വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം, കുട്ടികളെ തന്നെ പഠിപ്പിക്കണം, നമ്മുടെ ട്രഡീഷണൽ ഡയറ്റ് ഉപയോഗിക്കാൻ ശ്രമിക്കും. ആ ട്രഡീഷണൽ ഡയറ്റോടത്തോളം അതുപോലെ സ്പൈസസ്, ഇന്ത്യൻ കുക്കിങ്ങിൽ എപ്പോഴും സ്പൈസസ് ധാരാളം ഉപയോഗിക്കും. ഈ ORAC പറഞ്ഞിട്ടൊരു ഉണ്ട്, അതായത് ഓക്സിജൻ റാഡിക്കൽ അബ്സോർബൻ കപ്പാസിറ്റി. ഇത് സ്പൈസസിനാണ് ഏറ്റവും അധികം. അപ്പോ നമ്മളുടെ ബ്ലഡില് ഓക്സിജൻ മാക്സിമം ഓക്സിജൻ നിലനിർത്താനും ഓക്സിജനെ അബ്സോർബ് ചെയ്യാനും കഴിയുന്ന ഒരു കഴിവുണ്ടാക്കും. നമ്മുടെ ലങ്സിലും ബ്ലഡിലും ഒക്കെ അത് ഉണ്ടാകണമെങ്കിൽ ഈ സ്പൈസസ് ചേർന്ന് നമ്മുടെ ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ മുത്തശ്ശിമാർ നമുക്ക് ഉണ്ടാക്കി തന്നിരുന്ന ആ ഡയറ്റിനോളം വരില്ല ഒരു ഡയറ്റ്. ഇതൊക്കെ പാർട്ടിക്കും ഇതിനും വേണ്ടി നമുക്ക് കുറച്ചൊക്കെ ആവാമെന്നല്ലാണ്ട് കുട്ടികളെയും ട്രഡീഷണൽ ഡയറ്റ് കൊടുത്ത് ശീലിപ്പിക്കാനും അതിന്റെ നന്മകളെ പറ്റി ഇവർക്ക് മനസ്സിലാക്കാനും ഒക്കെ നമ്മൾ ഈ സന്ദർഭം ഉപയോഗിക്കേണ്ടതാണ്. ഇതിന്റെ മാത്രമല്ല ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ആയുർവേദശാല നിങ്ങളുടെ എല്ലാവരുടെയും ഒപ്പമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ആയുർവേദശാല എന്ന് പറയുന്നത് ഒരു
ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണ്, അതും നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ടോട്ടൽ ഇതിൽ 45% ഡയറക്ട്ലി ഗോസ് ടു ദ ചാരിറ്റബിൾ ഹോസ്പിറ്റൽ ഇൻ കേരള. അവിടെ അലോപ്പതിയും മോഡേൺ മെഡിസിനും ആയുർവേദവും രണ്ടും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അവരുടെ സ്റ്റേ, ഫുഡ്, മെഡിസിൻ, എവറിത്തിങ് ഈസ് ഫ്രീ ഓഫ് കോസ്റ്റ്. പിന്നെ 45% ഇതിന്റെ തന്നെ ഡെവലപ്മെന്റിനാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് 10% ഈസ് ഗിവൺ ടു ആയുർവേദശാല, ആയുർവേദ കോളേജ് ടു പ്രൊമോട്ട് ആയുർവേദ എഡ്യൂക്കേഷൻ. അപ്പൊ അങ്ങനെ ഈ 100% ഇതിന്റെ ഒരു പ്രോഫിറ്റും ഒരു പ്രൈവറ്റ് പോക്കറ്റിലേക്കും ആരുടെയും ഇതിലേക്ക് പോകുന്നില്ല. ഇറ്റ്സ് എ ട്രസ്റ്റ്. അപ്പൊ അത് അങ്ങനെ തന്നെ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ആയുർവേദശാല എപ്പോഴും നടന്നു വരുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഇപ്പൊ നമ്മുടെ ഓരോ ബ്രാഞ്ചിലും, ഇപ്പൊ എറണാകുളം ബ്രാഞ്ചുണ്ട്, തൃക്കാക്കര നമ്മുടെ ഹോസ്പിറ്റലുണ്ട്, അതുപോലെ നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളിലെയും ഫിസിഷ്യൻസ് ട്രെയിൻഡ് ആണ് ഈ ഒരു സിറ്റുവേഷനെ ഇതാക്കാൻ. കാരണം ഇത് പറയാൻ കാരണം പോസ്റ്റ് കോവിഡിൽ പലപ്പോഴും പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒന്ന് റെസ്പിറേറ്ററി ഇഷ്യൂസ്, രണ്ട് കാർഡിയാക് ഇഷ്യൂസ്. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യാനും ഒരു ഡോക്ടർക്ക് കഴിയണം. ഇത് കാണുമ്പോൾ ഇത് ചിലപ്പോൾ നമുക്ക് മാത്രം ഡീൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു കാർഡിയോളജി ഒപ്പീനിയന് കിട്ടണം. അങ്ങനെ ഉണ്ടായിട്ടില്ല, നമ്മുടെ ബ്രാഞ്ചിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ പേഷ്യന്റ് രക്ഷപ്പെടുകയും ചെയ്തു. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യാൻ ഡോക്ടേഴ്സിന് വെൽ എക്യുപ്ഡ് ആണെങ്കിലേ അറിയുള്ളൂ. അപ്പൊ അതിന് തയ്യാറുള്ള അല്ലെങ്കിൽ അതിന് ഉള്ള കേപ്പബിൾ ആയിട്ടുള്ള ഫിസിഷ്യൻസ് ആണ് ആയുർവേദശാല ഫിസിഷ്യൻസ്. അപ്പോ ഞാൻ ഇത്രയും ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്, അപ്പൊ നമ്മുടെ ചിട്ടയായ ജീവിതശൈലിയും നല്ല ആഹാര രീതിയും അതോടൊപ്പം തന്നെ നമ്മളുടെ മരുന്നുകളും എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് എന്നും നമുക്ക് ഉപയുക്തമാക്കുക. 20 minutes ആയി. സോ ഐ എം സ്റ്റോപ്പിംഗ് മൈ സ്പീച്ച് ഹിയർ. ഇനി ചോദ്യോത്തരങ്ങൾക്ക് നമുക്ക് ഉത്തരം പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു ഡോക്ടർ. ആയുർവേദം എന്ന് പറഞ്ഞാൽ ഒരു മലയാളിക്ക് ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്ന പേര് തീർച്ചയായിട്ടും കോട്ടക്കൽ ആയുർവേദശാല തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാനായിട്ട് we have Dr. T.M. Unnikrishnan with us. He is a Chief Medical Officer of Ayurvedashala Kottakkal. Over to you, Doctor. Thank you, Madam. Respected organizers of this function, Ernakulam Unit Chartered Account Association. My special thanks to Ranjit Warrier and Ramachandra Warrior for initiating me into this program. We had a lot of discussion in between. Okay, I am not wasting your time. നമുക്ക് ഡയറക്റ്റ് സബ്ജക്റ്റിലേക്ക് വരാം. ഡോക്ടർ രമേശ് ഓൾറെഡി കാര്യങ്ങളെല്ലാം ഒരു ഇൻട്രഡക്ഷനും ഞങ്ങളുടെ ആയുർവേദശാലയിൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. സോ ലൈഫ് സ്റ്റൈൽ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആയുർവേദത്തിൽ ഏറ്റവും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് രോഗചികിത്സയ്ക്കല്ല, സ്വസ്ഥനായിട്ടുള്ള രോഗമില്ലാത്ത ഒരു വ്യക്തിക്ക് ആ സ്വാസ്ഥ്യം, രോഗമില്ലാത്ത അവസ്ഥ നിലനിന്നു പോവാനുള്ള ആ കാര്യങ്ങൾ എന്ത് എന്നാണ് ഞങ്ങളെ ശാസ്ത്രം ആദ്യം പഠിപ്പിക്കുന്നത്. അതിൽ ഡോക്ടർ രമേശ് പറഞ്ഞു കഴിഞ്ഞു. ഒരു സീസണൽ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഡെയിലി ആക്ടിവിറ്റീസ്. നമ്മൾ രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കണം, എന്തൊക്കെ നമ്മൾ രാവിലെ ചെയ്യണം, എത്ര വ്യായാമം ചെയ്യണം, എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കണം, എത്ര മണിക്കൂർ ഉറങ്ങണം എന്നുള്ള കാര്യങ്ങൾ. പിന്നെ കഴിക്കേണ്ട ആഹാരം എന്താണ്, എപ്പോൾ കഴിക്കണം, എന്തൊക്കെ കഴിക്കണം, ഇത്രയും കാര്യങ്ങൾ ഒരു 50%-60% നമ്മൾ പ്രകൃതിക്ക് അനുസരിച്ചിട്ട് നമ്മുടെ റിക്വയർമെന്റിന് അനുസരിച്ച്, ഈ പ്രായത്തിന്റെ എല്ലാ റിക്വയർമെന്റിന് അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം രോഗങ്ങളൊന്നും വരില്ല എന്നാണ് മനസ്സിലാവുന്നത്. ഇത് പ്രാക്ടിക്കലായിട്ട് ഈ എറണാകുളത്ത് ഇതുപോലെ ജീവിക്കുന്ന നിരവധി ആൾക്കാരെ ഞാൻ കണ്ടുമുട്ടലുണ്ടായി. ഉദാഹരണമായിട്ട് ആഹാരത്തിലേക്ക് കടക്കും. നമ്മൾ ഇന്ന് ഒരു ദിവസം എത്ര നേരം ആഹാരം കഴിക്കുന്നു? നിങ്ങളുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ നോക്കൂ. നിങ്ങൾ രാവിലെ ഓഫീസിൽ കയറി രാത്രി 10 മണി 11 വരെ ഒരേ ഇരുത്തം. അതിൻ്റെ ഇടയ്ക്ക് ഏതോ ഒരു സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഏതോ ഒരു സമയത്ത് ലഞ്ച് കഴിച്ചു. 1 മണിക്ക് ലഞ്ച് കഴിക്കുന്നതിന് പകരം ലഞ്ച് തണുത്ത് പോയിട്ട് 3 മണിക്ക് 4 മണിക്കൊക്കെ ആവും ചിലപ്പം തിരക്ക് പിടിച്ച, എസ്പെഷ്യലി ഈ ജൂൺ ജൂലൈ മാസത്തിലൊക്കെ നിങ്ങൾ കഴിക്കുന്നത്. ഇതും കഴിഞ്ഞ് നിങ്ങൾ രാത്രി വീട്ടിലെത്തുന്ന 9 മണി. എന്താ വീട്ടിലുണ്ടാക്കുക? ഒരുപക്ഷെ നിങ്ങൾ തന്നെ പോയിട്ട് ഉണ്ടാക്കേണ്ടി വരും, അല്ലെങ്കിൽ വീട്ടിൽ ഫാമിലി ഉണ്ടാക്കി വെച്ചത് കഴിക്കും. നല്ലോണം വിശക്കുണ്ട്, അപ്പം വയറ് മുട്ട കഴിക്കും, എന്നിട്ട് കുറെ വീണ്ടും വർക്ക് ചെയ്യും.
ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആകുമ്പോൾ നമ്മളെ ശരീരത്തിന്റെ എനർജി റിക്വയർമെന്റ് എന്താണെന്നൊന്നും മനസ്സിലാക്കാതെ കണ്ടുള്ള അൺടൈംലി ഫുഡ് സ്റ്റൈൽ ഒരുപടി രോഗങ്ങൾക്ക് കാരണമാകും. അതാണ് ഡോക്ടർ രമേശ് പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. എന്നാൽ ഇവിടെ എറണാകുളത്ത് ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവര് രാവിലെ നേരത്തെ എഴുന്നേറ്റ് പൂജാതി കർമ്മങ്ങളോ അല്ലെങ്കിൽ പ്രാർത്ഥനകളെല്ലാം ചെയ്ത് അവനോട് വർക്ക് 9 മണി 10 മണിക്ക് രാവിലെ ഊണ് കഴിച്ച് ജോലിക്ക് പോകുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, പക്ഷെ ഇവിടെ ആൾക്കാരുണ്ട്. ഊണ് കഴിച്ച് ജോലിക്ക് പോകുന്നു, ഒന്നുകൂടെ നിങ്ങളെ പോലെയുള്ള CA ഓഫീസിൽ വരുന്നു, വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹൈക്കോർട്ടിൽ പോകുന്നു, കോർട്ടിൽ പോകുന്നു, മറ്റ് ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കുന്നു. ഉച്ചയ്ക്ക് വളരെ ലഘുവായിട്ടുള്ള ആഹാരങ്ങൾ, ഫ്രൂട്ട്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നു. വൈകുന്നേരം 7 മണി 8 മണിക്ക് വീട്ടിൽ തിരിച്ചു വന്നിട്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നു. അവർക്ക് ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഒബീസിറ്റി ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. 75-80 വയസ്സിലും ആക്റ്റീവ് ആയിട്ടുള്ള നിരവധി വ്യക്തികൾ, വലിയ വലിയ ഓഫീസുകളിലൊക്കെ ജോലി ചെയ്ത് റിട്ടയർഡായ നിരവധി വ്യക്തികൾ ഇവിടെ ആയുർവേദശാല ബ്രാഞ്ച് എന്നെ കാണാൻ വരാറുണ്ട്. അവരോട് ചോദിക്കാം, നിങ്ങളൊക്കെ എങ്ങനെയാണ്? സർ, ഞങ്ങൾ ഇങ്ങനെ 2 നേരം ആഹാരം കഴിക്കാറുള്ളൂ, ഇടനേരത്ത് മാത്രം ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ഫുഡോ കഴിക്കുന്നു. ഞങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല. ഒരു പ്രായം കൊണ്ടുള്ള ചില പ്രശ്നമുണ്ട്, അത് ഞങ്ങൾ ആയുർവേദം കഴിക്കുന്നു എന്നവർ പറയുമ്പോൾ എനിക്ക് അത്ഭുതമാവുക. ഇങ്ങനെ ഒരു വിഭാഗം ജനങ്ങൾ നമ്മളുടെ ഇടയിലുണ്ടല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് ആഹാരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കഴിയുന്ന നമുക്ക് 2 നേരം കഴിക്കാൻ പറ്റിയെങ്കിലും ഒരു സമയത്ത് കൃത്യനിഷ്ഠയായി ഒരു 2-3 നേരം കഴിക്കുക. രാത്രി വളരെ ലഘുവായിട്ട് കഴിക്കുക. രാത്രി നമ്മളെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് വളരെ ഒരു വിശ്രമം കൊടുക്കുന്ന തരത്തിൽ കഴിക്കുക. പാർട്ടിക്കൊക്കെ പോയാൽ നമ്മൾ എന്താ ഹെവി ആയിട്ട് കഴിക്കല്ലേ. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം രോഗപ്രതിരോധ ശക്തിയെ ബാധിക്കുന്നു, ശരീരത്തിന്റെ സ്വാഭാവികമായ ബലത്തിനെ ബാധിക്കുന്നു, നമുക്ക് രോഗങ്ങൾ അകാരണമായിട്ട് പിടിപെടുന്നു. ഇതാണ് ഞാൻ ആമുഖമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. Then I will switch over to the COVID and related problem. കോവിഡ് നമുക്ക് 3 സ്റ്റേജ് ആയിട്ട് തിരിക്കേണ്ടി വരും. കോവിഡിന്റെ ബിഫോർ കോവിഡ്, അതിന്റെ പ്രിവെൻഷൻ സ്റ്റേജ്. ഇതിലാണ് ഏറ്റവും ആയുർവേദം ഞങ്ങൾ കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത്. കോവിഡിനെ നമുക്ക് എങ്ങനെ വരാതെ സൂക്ഷിക്കാം. കോവിഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കേരള ഗവൺമെന്റും ഈ കോവിഡിന്റെ ആരംഭകാലത്ത് 1920 മാർച്ച് ഏപ്രിലാം തോന്നുന്നു ഒരു ഡിസ്കഷൻ വിളിച്ചിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങൾ കോട്ടക്കൽ ആരോഗ്യശാലയെ പ്രതിനിധീകരിച്ച് ഞങ്ങളുടെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ PM വാര്യർ ഗൗരവമായിട്ട് ആ ചർച്ചയിലെല്ലാം പങ്കെടുത്തിരുന്നു. അപ്പൊ ആ ഒരു പ്രോട്ടോകോള് ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രോട്ടോകോള് പ്രകാരം ചില മരുന്നുകൾ നിത്യമായിട്ട് ശീലിക്കാൻ നിർദ്ദേശിക്കുകയുണ്ടായി. അതിൽപ്പെട്ട 3 പ്രധാന മരുന്നുകളാണ് ഇന്ദുകാന്തം കഷായം, വില്ലുവാതി ഗുളിക, മുക്കാമുക്കടുകാതി ഗുളിക. ഇതിനെപ്പറ്റി ഡോക്ടർ രമേശ് പറഞ്ഞു, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഈ മരുന്നുകളെല്ലാം നമ്മൾ ഈ രോഗികൾക്ക് നേരിട്ട് എഴുതി കൊടുക്കാറുണ്ട്, ഓവർ ദി ഫോണും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതെല്ലാം കഴിച്ച പലരും, ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന പലർക്കും രോഗം വന്നിട്ടില്ല. വന്നാൽ തന്നെ വളരെ ലഘുവായിട്ടുള്ള ലക്ഷണങ്ങളോടുകൂടി അവർ രക്ഷപ്പെട്ടു പോയിട്ടുമുണ്ട്. ഈ മരുന്നുകളൊക്കെ എവിടെ കിട്ടും? എല്ലാ ആയുർവേദ ഷോപ്പുകളും കോട്ടക്കൽ ആയുർവേദശാലയിലും എല്ലാം കിട്ടുന്ന സാധനങ്ങളാണ്. ഇത് കൂടാതെ കണ്ടുള്ളതാണ് അമൃതാരിഷ്ടം, സുദർശനാസവം മുതലായിരിക്കുന്ന മരുന്നുകൾ. അതും കഴിക്കാവുന്നതാണ്. പ്രിവെന്റീവ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. അമൃതാരിഷ്ടം, സുദർശനാസവം. ചിലർ സുദർശന ഘനവടി എന്ന് പറയുന്ന ടാബ്ലറ്റ് ആയുർവേദ ഷോപ്പുകളിൽ കിട്ടും. കോട്ടക്കലില്ല, ആയുർവേദ ഷോപ്പുകൾ കിട്ടുന്ന ആ ടാബ്ലറ്റ് 2-3 ദിവസം കഴിക്കാവുന്നതാണ്. ഇങ്ങനെ നിരവധി മരുന്നുകളുണ്ട്. ഇത് കൂടാതെ കണ്ട് ബ്രാഹ്മരസായനം എന്ന് പറഞ്ഞിട്ടൊരു ലേഹ്യമുണ്ട്. ഡയബറ്റീസുകാർക്ക് കഴിക്കുന്നത് ശരിയല്ല. ആ ബ്രാഹ്മരസായനം എന്ന് പറയുന്ന ലേഹ്യം രാവിലെ വെറും വയറ്റിൽ കഴിക്കാം, അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ കഴിക്കാം. ഇത് ഇമ്മ്യൂണിറ്റിയെ കൂട്ടുന്ന ഒരു മരുന്നാണ്. ബ്രാഹ്മരസായനത്തെ പറ്റി ആയുർവേദശാല വളരെ നല്ലൊരു പഠനം ചെയ്തിട്ടുണ്ട്. അതിപ്പോഴും നല്ല, ഈ കോവിഡ് കാലത്തെ കാര്യമെല്ലാം പറയുന്നത് അതിനു മുമ്പേ. അപ്പൊ അതിൽ ഞങ്ങൾക്ക് മനസ്സിലായത് അതിനൊരു ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ടാകും. ഐ റിപ്പീറ്റ്, ആന്റി ഏജിങ് പ്രോപ്പർട്ടി. നമ്മുടെ ശരീരത്തിന്റെ ഏജിങ്, കോശങ്ങളുടെ സെല്ലുകളുടെ നാശത്തിന്റെ ആ സ്പീഡിനെ കുറയ്ക്കുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് ഞങ്ങൾ റിസർച്ച് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അതിനൊരു രസായനമായിട്ട്, റിജുവിനേറ്റിംഗ് ഡ്രഗ് ആയിട്ട് ആയുർവേദം കണക്കാക്കിയത്. അപ്പൊ അത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇതല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു ഔഷധമാണ് ചവനപ്രാശം. ചവനപ്രാശത്തെ കുറിച്ച് അറിയാത്ത ഒരു ഇന്ത്യൻ, ഒരു ഭാരതീയൻ, ഒരു കേരളീയൻ ഉണ്ടാവില്ല.
ഏതൊരു വീട്ടിലും ആരോഗ്യശാലയുടെ ചവനപ്രാശം ഉണ്ടാകും. ചവനപ്രാശത്തെ കുറിച്ച് ലോകത്തെമ്പാടുമുള്ള നിരവധി ഗവേഷണ സ്ഥാപനങ്ങളിൽ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഗവേഷണ സ്ഥാപനങ്ങളിൽ റിസർച്ച് നടന്നിട്ടുണ്ട്. അത് രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നു, ആർത്രൈറ്റിസിൽ എഫക്റ്റീവാണ്, റെസ്പിറേറ്ററി ട്രാക്ട് ഡിസീസിൽ എഫക്റ്റീവാണ്, ഇമ്മ്യൂണിറ്റിയെ മോഡുലേറ്റ് ചെയ്യുന്നതായിട്ട് നിരവധി റിപ്പോർട്ടുകൾ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നെറ്റിലെല്ലാം പോയി നോക്കിയാൽ കിട്ടുന്നതാണ്. ഈ കോവിഡിന്റെ തുടക്കത്തിൽ വടക്കേ ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് ചവനപ്രാശം ഒരു വിഭാഗം ആൾക്കാർക്ക് ഗവേഷണ ഉദ്ദേശത്തോടു കൂടി കൊടുക്കുകയുണ്ടായി. അപ്പൊ ആ ചവനപ്രാശം കഴിച്ച ഗ്രൂപ്പിന് വളരെ ചുരുങ്ങിയ അളവിലെ ആൾക്കാർക്ക് മാത്രമേ കോവിഡ് ഉണ്ടായിട്ടുള്ളൂ. വളരെ ചുരുങ്ങിയ ഉണ്ടായവർക്ക് തന്നെ ലക്ഷണങ്ങൾ വളരെ ചുരുക്കമായിരുന്നു. അവർക്ക് ഒരു ഏർലി റിക്കവറി ഉണ്ടാവുകയും ചെയ്തു. കോംപ്ലിക്കേഷൻസ് പൊതുവെ വളരെ മിനിമം ആയിരുന്നു. അപ്പൊ ആ റിസർച്ച് കാണിക്കുന്നത് ചവനപ്രാശത്തിന് രോഗപ്രതിരോധ ശക്തി കൂട്ടാനുള്ള ഒരു കഴിവാണ്. ഇത് കൂടാതെ കണ്ട് നമ്മൾ അശ്വഗന്ധ ചൂർണം എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. അശ്വഗന്ധ ചൂർണം എന്ന് പറയുന്നത് അമുക്കുരം എന്നാണ് അത് മലയാളത്തിൽ പറയുന്നത്. ദ ബൊട്ടാണിക്കൽ നെയിം ഈസ് വിഥേനിയ സോംനിഫർ. അത് വടക്കേ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഒരു ഔഷധമാണ്. അതിന്റെ വേരാണ് നമ്മൾ എടുക്കുക. വിഥേനിയ സോംനിഫറയുടെ വേര്. അതിന് വേറൊരു ഇന്റർനാഷണൽ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ ജിൻസങ് എന്നൊരു പേര് കൂടി ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയിൽ ജിൻസങ് എന്ന് പറയുന്ന ഒരു മരുന്ന്, അതിന് ഭയങ്കര വൈഡ് റേഞ്ച് ആക്ഷനാണ്. രോഗപ്രതിരോധ ശക്തിയൊക്കെ കൂട്ടാനുള്ള ഒരു പ്രോപ്പർട്ടി ആയിരുന്നു. അതിന്റെ റെപ്ലിക്കയായിട്ട് ഇന്ത്യയിൽ കിട്ടുന്നതാണ് ഇന്ത്യൻ ജിൻസങ്. അപ്പൊ ഈ അശ്വഗന്ധ ചൂർണത്തിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിരവധി സ്റ്റഡി പഠനങ്ങൾ ലോകത്തെമ്പാടും നടന്നിട്ടുണ്ട്. ആന്റി ആർത്രൈറ്റിസ്, ആന്റി ട്യൂമർ, ആന്റി ഇൻഫ്ലമേറ്ററി, ഇമ്മ്യൂണോമോഡുലേറ്ററി, ആന്റി സ്ട്രെസ്, ഗിവ്സ് ദ നോർമൽ സ്ലീപ്പ്. ഇങ്ങനെ എൻ്റെ ലിസ്റ്റ് വളരെ വലുതാണ്. അപ്പൊ നിങ്ങൾക്ക് ദിവസവും അശ്വഗന്ധ ചൂർണം കഴിക്കാം, വളരെ നല്ലതാണ്. അശ്വഗന്ധ ചൂർണത്തെ പറ്റി പറയുമ്പോൾ ഒരു പൂനെയിൽ നിന്ന് ഒരു ക്യാൻസർ രോഗി ഞങ്ങളെ കോട്ടയ്ക്കിലുള്ള ക്യാൻസർ ഒ പിയിൽ വന്ന് ഞങ്ങളുടെ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പത്മഭൂഷൺ ഡോക്ടർ PK വാര്യയെ കൺസൾട്ടന്റ് ചെയ്യാൻ. അദ്ദേഹം ആ ഒരു ക്യാൻസർ രോഗിക്ക് അശ്വഗന്ധ ചൂർണം നിത്യം കഴിക്കാനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കില്ല, അശ്വഗന്ധ ചൂർണം നിത്യം കഴിച്ച് ആ രോഗിക്ക് ക്യാൻസർ രോഗം മാറി എന്ന് അദ്ദേഹം യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ട് വളരെയധികം ഒരു പ്രചാരണം കൊടുത്തു. അപ്പൊ അശ്വഗന്ധ ചൂർണം ഇന്ന് ഇന്ത്യയിൽ എല്ലാം നല്ല തീപിടിച്ച ഇതോടുകൂടി എഫക്റ്റീവായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ മോഡേൺ ഡോക്ടേഴ്സ് വരെ അശ്വഗന്ധ കഴിച്ചോളൂ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. എറണാകുളത്ത് തന്നെ അശ്വഗന്ധ ചൂർണം റെക്കമെൻഡ് ചെയ്യുന്ന ഒരുപടി ഡോക്ടേഴ്സ്. അപ്പൊ ഞാൻ പറയുന്നത് അശ്വഗന്ധ ചൂർണം നിത്യം കഴിക്കുന്നത് വളരെ നല്ലതാണ്. നേരത്തെ മേഡം പറഞ്ഞ ഓജസ്സിനെ വർദ്ധിപ്പിക്കുന്ന സാധനമാണ് അത്. ചവനപ്രാശവും അശ്വഗന്ധയും രാമരസായനവും ഒക്കെ തന്നെ ആ ശരീരത്തിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഡിസീസ് ഫൈറ്റിംഗ് സിസ്റ്റത്തിനെ അത് സ്ട്രെങ്തൻ ചെയ്യും. അപ്പൊ അശ്വഗന്ധ ചൂർണം കൂടാതെ ആയുഷ് ക്വാഥ ചൂർണം, ഈ കൊറോണ കാലത്ത് ഉണ്ടായ പുതിയൊരു മരുന്നാണ് ആയുഷ് ക്വാഥ ചൂർണം. അതിനും ഡോക്ടർ രമേഷ് വളരെ പറഞ്ഞു കഴിഞ്ഞു. അതിനെ പൊടിയെടുത്ത് 1-2 ലിറ്റർ തിളപ്പിച്ച വെള്ളത്തിൽ 1-2 സ്പൂൺ ഇട്ട് ശർക്കര സ്വല്പം ചേർത്ത് ഒരു പാനീയമായി കുടിക്കാനാണ് നമ്മൾ പറയാറ്. അല്ലാതെ കണ്ട് കഷായം വെച്ച് കുടിക്കുന്നതിലും തെറ്റില്ല. വളരെ നല്ലൊരു സാധനമാണ്. അപരാജിത ധൂമം പ്രിവെന്റീവ് ആയിട്ടുള്ള ഇതിൽ വരുന്ന അടുത്ത മരുന്നാണ് അപരാജിത ധൂമം. അതൊരു പുകയ്ക്കാനുള്ള മരുന്നാണ്. പച്ചമരുന്നുകൾ ഉണക്കിയ മരുന്നുകളാണ്. ആ മരുന്ന് എടുത്തിട്ട് കനലിൽ കാണിച്ചാൽ ഒരു പുക വരും. ആ പുക നമ്മൾ ഇരിക്കുന്ന റൂമുകളിലെല്ലാം കൊണ്ടുപോയാൽ അവിടെയുള്ള രോഗാണുക്കൾ നശിക്കുന്നു. ഇത് കൊറോണ കാലത്ത് കേരളത്തിലെ ഒരു വിഭാഗം ആയുർവേദ ഡോക്ടേഴ്സ് വളരെ ശാസ്ത്രീയമായ രീതിയിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിന്റെ നിരീക്ഷണത്തിൽ ശാസ്ത്രീയ നിർദ്ദേശങ്ങളോടുകൂടി പഠനം നടത്തി. അപ്പൊ അവർക്ക് മനസ്സിലായത് ഈ പുകയ്ക്കുന്ന സ്ഥലത്ത് രോഗാണുക്കളുടെ സാന്നിധ്യം വളരെ കുറയുന്നു. അത് 48 hours വരെ അതിന്റെ എഫക്റ്റ് നിലനിൽക്കുന്നു. അപ്പൊ ഞാൻ നിങ്ങളോട് എല്ലാം പറയുന്നത് ഇനിയുള്ള അങ്ങോട്ടുള്ള മുമ്പോട്ടുള്ള കാലത്ത് ഈ അപരാജിത ധൂമം ഭൂമിയിലെല്ലാം പുകയ്ക്കുന്നത് വളരെ നന്നായിരിക്കും, എഫക്റ്റീവ് ആയിരിക്കും. ഇതെല്ലാം കൂടാതെ കണ്ട് അണുതൈലം എന്ന് പറയുന്ന ഒരു തുള്ളി മരുന്നുണ്ട്, മൂക്കിലിറ്റിക്കാനുള്ളതാണ്. കാരണം
ഈ കൊറോണ വൈറസ് മൂക്കിലൂടെയാണ് ശരീരത്തിനകത്ത് പ്രവേശിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ മൂക്കിനകത്ത് ഇത് ഉറ്റിച്ചു കഴിഞ്ഞാൽ ഒരു നാസോ കോട്ടിങ് വരുന്നു, ആ രോഗത്തിന്റെ അണുക്കളെ അത് ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിർത്തുന്നു. പിന്നെ തൊണ്ടയിലൂടെ പകരാതിരിക്കാൻ വേണ്ടി ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് മഞ്ഞൾപ്പൊടിയിട്ട് ദിവസവും ഗാർഗിൾ ചെയ്യുക. ഇതൊക്കെ നമുക്ക് വളരെ വലിയ ചെലവില്ലാതെ കണ്ട് ദിവസവും ശീലിക്കാവുന്ന കാര്യങ്ങളാണ്. 2 നേരവും ഗാർഗിൾ ചെയ്യുക. ഇത് കൂടാതെ കണ്ട് മഞ്ഞൾപ്പൊടിയോ തുളസിയുടെ ഇലയോ വെള്ളത്തിലിട്ട് ഹെർബൽ സ്റ്റീം ഉണ്ടാക്കി ആ സ്റ്റീം ഇൻഹേൽ ചെയ്യുക. ഇതൊക്കെ നമുക്ക് വീട്ടിൽ എല്ലാവരും ചെയ്യുന്നത് വളരെയധികം എഫക്റ്റീവാണ്. ഈയിടെ എൻ്റെ അടുത്ത് ഒരു രോഗി വന്നു. ഒരു തടിച്ച് ഉള്ള ഒരു പ്രായമുള്ള 60-65 വയസ്സുള്ള ഒരു സ്ത്രീ ആയിരുന്നു. അവർക്ക് ഓൾറെഡി ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, ഓൾറെഡി ഡയബറ്റിക്കുമാണ്. അപ്പോൾ അവര് വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഡോക്ടർ എനിക്ക് കൊറോണ വന്നില്ല. അതെന്താ അങ്ങനെ? എൻ്റെ വീട്ടിൽ 5 പേരുണ്ടായിരുന്നു, 5 പേർക്കും കൊറോണ വന്നു, എനിക്ക് കൊറോണ വന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്തത്? എന്ത് മരുന്നാ കഴിച്ചത്? ഞാൻ മരുന്നൊന്നും കഴിച്ചില്ല. അപ്പൊ പിന്നെ നിങ്ങൾ എന്തൊക്കെ ചെയ്യാതെ കണ്ട് അങ്ങനെ സംഭവിക്കില്ലല്ലോ, പറയൂ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഞാൻ പറയാം ഡോക്ടർ, നിങ്ങൾ എല്ലാ രോഗികൾക്കും പറഞ്ഞു കൊടുക്കണം, എങ്കിൽ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അപ്പൊ അവർ ചെയ്തത് വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾ, ഈ 3 സാധനം കുറേശ്ശെ എടുത്ത് നന്നായി അരച്ച് 1/2 ഗ്ലാസ് ചൂട് പാലിൽ കലക്കി ദിവസവും കുടിച്ചു. ഈ കുടിച്ചത് കൊണ്ട് അവർക്ക് രോഗം വന്നില്ല എന്ന് അവർ അവകാശപ്പെടുന്നു. മാത്രമല്ല, വീട്ടിലുണ്ടായിരുന്ന മറ്റു ആൾക്കാരെയൊക്കെ ഇവർ ഒരു വ്യക്തി ശുശ്രൂഷിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മരുന്ന് കൊടുത്തില്ല? ഡോക്ടർ, ഞാൻ കൊടുത്തു, അവർക്കൊന്നും ഇതിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല, അവരൊന്നും കൃത്യമായി കഴിച്ചിട്ടുമില്ല, ഞാൻ മാത്രമേ കഴിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇത് എൻ്റെ ഒരു അനുഭവമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഒരു 4-5 വെളുത്തുള്ളി, ചെറിയ കഷ്ണം പച്ചമഞ്ഞൾ അല്ലെങ്കിൽ മഞ്ഞളിന്റെ പൊടി 1/4 ടീസ്പൂൺ, ഇഞ്ചി ചെറിയ കഷ്ണം, ഇതെല്ലാം അരച്ച് കലക്കി 1/4 ഗ്ലാസ് ചൂട് പാലിൽ കലക്കി കുടിക്കുക. ഈ കൊറോണ തുടങ്ങിയ കാലത്ത് ഞങ്ങളുടെ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ PK വാര്യർ ഒരു യൂട്യൂബിൽ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ടായി. എല്ലാവരുടെയും ദഹനശക്തി വ്യക്തമായി നന്നായി ഉണ്ടായാൽ രോഗപ്രതിരോധ ശക്തി ശരീരത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാകും. അതിന് എന്താ ചെയ്യുക? നിങ്ങൾ ആഹാരത്തിൽ ഇഞ്ചി ചേർക്കുക എന്നൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ടായി. അപ്പൊ ഞാൻ എൻ്റെ രോഗികളൊക്കെ ഇഞ്ചി ഓരോ കഷ്ണം ആഹാരത്തിന്റെ കൂടെ 1-2 നേരം കഴിക്കാൻ പറയാറുണ്ട്. അപ്പൊ അവർക്കൊക്കെ കഴിക്കുന്ന ആഹാരം നന്നായിട്ട് ദഹിക്കുകയും ദഹന പചനങ്ങളൊക്കെ നന്നായിട്ടുണ്ടാകുന്നുണ്ട്, ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തിയും ഇംപ്രൂവ് ചെയ്തതായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇത് കൂടാതെ കണ്ട് വ്യായാമം ചെയ്യാൻ വളരെ അത്യാവശ്യമാണ്. ആയുർവേദം പ്രത്യേകം പറയുന്നുണ്ട്, നിത്യമായിട്ട് വ്യായാമം ചെയ്യാൻ പറയുന്നത്. അത് എണ്ണ തേച്ച് കുളിക്കാൻ പറ്റിയ ആൾക്കാർക്ക് നല്ലെണ്ണ മുതലായതൊക്കെ തേച്ച് കുളിക്കാം, അല്ലെങ്കിൽ ധാന്വന്തരം കുഴമ്പ്, കലാശുഗന്ധാദി കുഴമ്പൊക്കെ ദേഹത്ത് തേച്ച് കുളിക്കാം. ഇതൊന്നുമില്ല, വെറും നല്ലെണ്ണ, മാർക്കറ്റിൽ കിട്ടുന്ന നല്ലെണ്ണ ചൂടാക്കി ദിവസവും ദേഹത്ത് തേച്ച് ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കാം. ഇത് കൂടാതെ കണ്ട് വ്യായാമം ചെയ്യാൻ ആയുർവേദം പറയുന്നു. വ്യായാമം ചെയ്യണം. വ്യായാമം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് വളരെ പ്രശ്നമാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ സ്കൂൾ, കോളേജ്, ഓഫീസുകളിലൊക്കെ വ്യായാമം നിർബന്ധമാക്കിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ നമ്മുടെ ഇന്ത്യക്കാരാവട്ടെ വ്യായാമത്തിന് വെറുക്കുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ, ഞാൻ കേരളത്തിന് പുറത്തുനിന്നൊക്കെ ധാരാളം വർക്ക് ചെയ്ത ആൾക്കാരാണ്. അവിടെയൊക്കെ കുറെ കൂടി വ്യായാമത്തിന് ബോധവൽക്കരണമുണ്ട്. കേരളത്തിൽ വ്യായാമത്തിനെ കുറിച്ച് ഒരു ബോധവൽക്കരണവും. കുട്ടികളോടൊക്കെ നീ പഠിക്ക്, കളിക്കല്ല, നീ പഠിക്ക്, ഇത്രയാണ് പറയേണ്ടത്. വ്യായാമത്തെ പറ്റി പറയുന്നത്. വ്യായാമം നമ്മൾ നിത്യം ചെയ്യുക. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഓഫ്കോഴ്സ്, ഇപ്പൊ നമുക്ക് ഇപ്പൊ കൊറോണയാണ്, നിങ്ങൾ പറയാണ് റോട്ടിലിറങ്ങി നടന്നാൽ പോലീസ് പിടിക്കും, അല്ലെങ്കിൽ മഴയാണ്, പട്ടികൾ കടിക്കും, ഇതൊക്കെ പല എക്സ്ക്യൂസുമാണ് നിങ്ങൾ എന്നോട് പറയാൻ പോകുന്നത്. അതൊക്കെ എനിക്കറിയാം. പക്ഷെ നിങ്ങൾക്ക് വീട്ടിൽ അകത്ത് ഇരുന്നിട്ട് യോഗ ചെയ്തൂടെ? ഒരു 6 അടി ദൂരം ഉള്ള ഒരു സ്ഥലത്ത് ഒരു ജമുക്കാളിനോ ഒരു പായോ വിരിച്ച് നിങ്ങൾക്ക് യോഗ ചെയ്തൂടെ? എന്തൊക്കെ യോഗ നമുക്ക് ഇന്ന് നെറ്റിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് പെർഫെക്ഷൻ ആക്കണം എന്നൊന്നല്ല നമ്മൾ പറയുന്നത്. അവനവന്റെ ശരീരത്തിന്റെ ബലത്തിനനുസരിച്ച്, സന്ധികളുടെ വികാസത്തിനനുസരിച്ച് നമുക്കൊരു ദിവസവും ഒരു 1/2-3/4 മണിക്കൂർ യോഗ ചെയ്താൽ നിങ്ങൾക്ക് ശരീരത്തിന് അത് കിട്ടുന്ന അഡ്വാൻറ്റേജ് പറഞ്ഞറിയിക്കാൻ വയ്യ. ഒരു 35-40 മിനിറ്റ് യോഗയും ഒരു 10-15 മിനിറ്റ് പ്രാണായാമവും, ഒരു 5 മിനിറ്റ് മെഡിറ്റേഷനും ചെയ്താൽ നിങ്ങൾ അടുത്ത 23 മണിക്കൂർ
എന്ത് സുഖപ്രദമാവും എന്ന് നിങ്ങൾ അനുഭവിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് നിത്യം യോഗ ചെയ്യുക, അല്ലെങ്കിൽ മറ്റു വ്യായാമങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം നിത്യം ചെയ്യുക. ഇത്രയുമാണ് പ്രാഥമികമായിട്ട് നമുക്ക് പ്രിവെന്റീവ് ആയിട്ടുള്ള കാര്യത്തിൽ ഞങ്ങൾ ആയുർവേദത്തിലെല്ലാം പറയുന്നത്. പിന്നെ വൺസ് ഇത് പോസിറ്റീവ് ആയാൽ RT-PCR ആണ് നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. RT-PCR ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ചെറിയ ലക്ഷണങ്ങളാണെങ്കിൽ നമുക്കൊന്ന് വീട്ടിൽ തന്നെ ക്വാറന്റൈൻ ഇരിക്കാം. ഗൗരവമേറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ പോകേണ്ടി വരും. വീട്ടിലിരിക്കുന്ന ആൾക്കാരോട് നമ്മൾ ഈ മരുന്നുകളൊക്കെ തന്നെ പറയുന്നുണ്ട്. പിന്നെ പഥ്യമായിട്ടുള്ള ആഹാരം കഴിക്കണം, പ്രത്യേകിച്ച് വെജിറ്റേറിയൻ ആണ്. കാരണം ദഹന പചന സംസ്ഥാനങ്ങൾക്ക് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ വർക്ക് ലോഡ് കുറച്ച് ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ വേണം നിങ്ങൾ കഴിക്കാൻ, അല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ആയുഷ് ഡിപ്പാർട്ട്മെന്റ് ആയുഷ് 64 എന്ന മരുന്ന് ഇറക്കിയിട്ടുണ്ട്. പല കമ്പനികളും ഇറക്കാൻ പോകുന്നു. ഞങ്ങൾ അതിന്റെ പ്രാരംഭ നടപടികളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ആയുഷ് 64 എന്ന മരുന്ന് ഏഴിലമ്പാല, കിരിയാത്ത, കടിരോഹിണി, കഴിഞ്ചിക്കുരു, ഇത്രയും 4 മരുന്നുകളാണ് ഉള്ളത്. അത് ഉണക്കി പൊടിച്ച് പൊടിയായി കഴിക്കാം, അല്ലെങ്കിൽ ഈ കഷായം ഉണ്ടാക്കിയതെല്ലാം കഴിക്കാം. ഞാനീ പറഞ്ഞ മരുന്നുകൾ മുമ്പ് പറഞ്ഞതെല്ലാം ഒരു വൈദ്യനിർദ്ദേശത്തോടു കൂടി കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് കേട്ടോ. അതെന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഓരോ ദേഹപ്രകൃതി അനുസരിച്ചിട്ടും ഈ ഡയബറ്റിക് ബോഡിയൊക്കെ അനുസരിച്ചിട്ടും ഏജിനനുസരിച്ചും കുറച്ച് ഡോസിലൊക്കെ വ്യത്യാസം വരും. ചില മരുന്നുകളൊക്കെ ഞങ്ങൾ വ്യത്യാസപ്പെടുത്തിയെന്നും വരും. അപ്പൊ ഒരു വൈദ്യനിർദ്ദേശം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൺഗോയിങ് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്ന് പറയുന്ന വലിയൊരു ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങളുണ്ട്. കോവിഡ് വന്നു പോയതിന് ശേഷം ശരീരത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. തുടക്കത്തിൽ ഇൻ ദ ബിഗിനിങ് മാഡം ഓൾറെഡി ടോൾഡ് സിവിയർ ഫാറ്റിക്, വീക്ക്നെസ്, അനീമിയ, ലിഥാർജി എല്ലാം അങ്ങനെ പ്രോബ്ലംസ് പോകുന്നു. ഏറ്റവും കൂടുതൽ നമ്മൾ ഈ സെക്കൻഡ് വേവിൽ കണ്ടുവരുന്നത് പൾമനറി ട്രാക്ട് ഡിസീസസ്, റെസ്പിറേറ്ററി ട്രാക്ട് ഡിസീസസ്. ഫസ്റ്റ് വേവിൽ ഇത്ര നമുക്ക് കണ്ടിരുന്നില്ല. ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ശ്വാസം മുട്ടൽ, ചുമ, കഫം മുതലായിരിക്കുന്ന ഇഷ്യൂസോട് കൂടിയുള്ള ആൾക്കാരാണ് ധാരാളം ടെലിഫോണിൽ സംസാരിക്കും, നമ്മളോട് അഭിപ്രായം ചോദിക്കുന്നത്, നേരിട്ട് കൺസൾട്ട് ചെയ്യാൻ പറ്റും. അവർക്കൊക്കെ വേണ്ട തരത്തിലുള്ള നല്ല ആയുർവേദ മരുന്നുകൾ ഞങ്ങൾക്ക് നിർദ്ദേശിക്കാൻ പറ്റും. നിങ്ങൾ അതിന്റെ വ്യക്തമായ റിപ്പോർട്ടുകൾ കാര്യങ്ങൾ ഞങ്ങൾക്ക് തന്നാൽ മതി. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർ രമേശ് പറഞ്ഞതുപോലെ കാർഡിയാക് ഡിസീസസ്, പല കാർഡിയാക് ഡിസീസും ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സൈലന്റ് ആയിട്ട് നമ്മളെ കൂടെ ഉണ്ടാവും, നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. ആ ഡിസീസൊക്കെ പുറത്തു വരുന്ന സമയമാണ് കോവിഡ്, പോസ്റ്റ് കോവിഡ് കണ്ടീഷൻ. അപ്പോൾ ഹാർട്ട് ബീറ്റ്, പൾസ്, ബ്ലഡ് പ്രഷർ, നെഞ്ച് പടപടാന്നിരിക്കാൻ നെഞ്ചിടിപ്പ്, അകാരണമായ ക്ഷീണം, പടി കയറാനും ഇറങ്ങുമ്പോൾ ഉള്ള കിതപ്പ്, വേഗത്തിൽ നടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട്, ഇതൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഉണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വിദഗ്ധ ഉപദേശം തേടിയിട്ട് അതിൻ്റെ പരിശോധനകളെല്ലാം ചെയ്യേണ്ടി വരും. ആയുർവേദമോ അലോപ്പതി മരുന്നുകളോ കഴിക്കാവുന്നതാണ്. പലർക്കും സൈലന്റ് ആയിട്ടുള്ള എൻഡോകാർഡൈറ്റിസ് മുതലായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായിട്ട് പെട്ടെന്ന് സഡൻ ഡെത്ത് ഒക്കെ വന്ന് ധാരാളം കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന് ആയുർവേദവും അലോപ്പതിയും എഫക്റ്റീവ് ആണ്. വ്യക്തമായ രോഗനിർണയം ചെയ്യേണ്ടി വരും. ഇത് കൂടാതെ കണ്ടുള്ളതാണ് ലിവർ ഡിസോർഡേഴ്സ്, അനീമിയ മുതലായതൊക്കെ. ഈ വൈറൽ ലോഡ് മുഴുവൻ ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ പ്രോസസ് ചെയ്യുന്നത് മെറ്റബോളിക് വേസ്റ്റ് ആയിട്ട് പുറത്തേക്ക് തള്ളുന്ന ഏറ്റവും വലിയ ഓർഗൻ ആണ് ലിവർ. സാധാരണ ഹെപ്പറ്റൈറ്റിസ് ബി കൊണ്ട് തന്നെ ലിവർ ഡാമേജ് ആയിട്ട് ലിവർ സിറോസിസ് ഒക്കെ വരുന്നു. ഈ ഇപ്പോഴത്തെ കൊറോണ വൈറസ് കൊണ്ട് ലിവറിന് എന്തൊക്കെ ഭാവിയിൽ പ്രോബ്ലംസ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഇപ്പൊ ഒന്നും പറയാറായിട്ടില്ല. എന്നാലും ഒരു ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ നിങ്ങൾ കഴിക്കുക. ധാരാളം പച്ചക്കറികൾ വേവിച്ച് കഴുകി ശുദ്ധമാക്കിയിട്ട് വേവിച്ച് കഴിക്കുക. ധാരാളം പഴവർഗ്ഗങ്ങൾ ധാരാളം കഴിക്കുക. വ്യായാമം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ടു സർട്ടൻ എക്സ്റ്റെന്റ് നമ്മൾക്ക് ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ കുറയുക കാരണമായിട്ട് ബ്ലഡ് കുറയുന്ന അവസരങ്ങൾ, മുന്തിരി മുതലായിട്ടുള്ള ഡേറ്റ്സ്, മുന്തിരി മുതലായിട്ടുള്ള സാധനങ്ങൾ ദിവസവും നമ്മൾ ആഹാരത്തിൽ ചേർക്കുക. ചീരകൾ, മുരിങ്ങയുടെ ഇല, ചീരകൾ, മറ്റ് അവൈലബിൾ ആയിട്ടുള്ള ചീരകളെല്ലാം നമ്മൾ ആഹാരത്തിൽ നിത്യം കഴിക്കുക. അത്യാവശ്യമുണ്ടെങ്കിൽ ലോഹം, അയേൺ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ അന്നഭേദ്യം മുതലായിട്ടുള്ള മരുന്നുകൾ, ആയുർവേദ മരുന്നുകൾ നമ്മൾ ധാരാളം കഴിക്കുക. ഇത് കൂടാതെ കൊണ്ട് വരുന്നതാണ് ഡൈജസ്റ്റീവ് ട്രാക്ട് ഡിസോർഡേഴ്സ്.
ഈ സെക്കൻഡ് വേവില് ഒരുപാട് ആൾക്കാർക്ക് ലൂസ് മോഷൻ ആയിരുന്നു ഒരു പ്രധാന ലക്ഷ്യം. എന്നാൽ ഫസ്റ്റ് വേവിൽ, ഒരു മിനിറ്റ് പ്ലീസ് ഹോൾഡ് ഓൺ. ഫസ്റ്റ് വേവിന് ഇത്രയും പ്രോബ്ലംസ് ഡൈജസ്റ്റീവ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടായിരുന്നില്ല. ചിലർക്ക് ലൂസ് മോഷൻ, ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സെക്കൻഡ് വേവില് കൂടുതലും ലൂസ് മോഷനാണ്. അതുകൊണ്ട് തന്നെ ഡൈജഷനെ പറ്റി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ചില ആൾക്കാരൊക്കെ പോസ്റ്റ് കോവിഡ് കണ്ടീഷനിൽ ധാരാളം നോൺ വെജിറ്റേറിയൻ മുട്ടയൊക്കെ കഴിക്കുന്നു. അവർക്ക് ഡൈജഷൻ കപ്പാസിറ്റി വളരെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഡൈജസ്റ്റ് ചെയ്ത് നോർമൽ ആവുന്ന കാര്യം കുറച്ച് സംശയമാണ്. അപ്പൊ ഡൈജഷനെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള അഷ്ടചൂർണം, ഇംഗുവജാതി ചൂർണം, പഞ്ചകോല ചൂർണം മുതലായിട്ടുള്ള മരുന്നുകൾ കഴിച്ച് ഡൈജഷനെ മെച്ചപ്പെടുത്തണം. ലൂസ് മോഷൻ ഉണ്ടെങ്കിൽ അതിന് മരുന്ന് കഴിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇഞ്ചി മുതലായതൊക്കെ ചമ്മന്തി രൂപത്തിൽ കഴിക്കേണ്ടത് ടു സർട്ടൻ എക്സ്റ്റെന്റ് വളരെ നല്ലതാണ്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ മസ്കുലോസ്കെലറ്റൽ ഡിസോർഡേഴ്സ്, സന്ധികൾക്കും മാംസപേശികൾക്കും ഉണ്ടാകുന്ന തളർച്ച, അത് ക്രോണിക് ഫാറ്റിക് സിൻഡ്രത്തിന്റെ കൂടെ കാണുന്നതാണ്. രക്തക്കുറവ് മാത്രമല്ല, തളർച്ച, അകാരണമായ തളർച്ച. എത്ര നല്ല മരുന്ന് കഴിച്ചാലും എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും റെസ്റ്റ് എടുത്താലും ഈ പോസ്റ്റ് കോവിഡ് അവസ്ഥയിൽ ഈ തളർച്ച കുറയുന്നില്ല. നിരവധി പേർക്ക് ഇപ്പോഴും 1 മാസവും 2 മാസം കഴിഞ്ഞിട്ടും ഈ തളർച്ച ധാരാളം കാണുന്നുണ്ട്. അതിനൊക്കെ ഒരു കൺസൾട്ടേഷനോട് കൂടിയിട്ടുള്ള മരുന്ന് നിർദ്ദേശമായിരിക്കും നന്നാവുക. എന്നിരുന്നാലും ഷുഗർ ഇല്ലാത്തവർക്ക് ചവനപ്രാശം കഴിക്കണം, നല്ലതാണ്. അശ്വഗന്ധ ചൂർണം പാലിൽ ചേർത്ത് കഴിക്കുന്നതാണ്. പിന്നെ ഒരുവിധം നടക്കാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറേശ്ശെ നടന്ന് ശരീരത്തിന് മാംസപേശികൾക്കൊക്കെ ഒരു ബലം ഉണ്ടാക്കി എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് കൂടാതെ ഗർഭിണികൾക്ക് കോവിഡ് വന്നു കഴിഞ്ഞാൽ ഗർഭിണികൾ കഴിയുന്നിടത്തോളം ശ്രദ്ധിക്കുക, കോവിഡ് വരാതെ നോക്കുക എന്നുള്ളത്. ഈ ഗർഭാവസ്ഥയിൽ കോവിഡ് എന്തൊക്കെ ദോഷഫലം ചെയ്യും എന്നതിനെ പറ്റിയിട്ട് ഇപ്പോഴും മെഡിക്കൽ സിസ്റ്റത്തിന് വ്യക്തമായ ഒരു തീരുമാനം, ഒരു ധാരണ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തൊക്കെയാണ് മാനേജ്മെന്റ് വേണ്ടതും എന്നുള്ളതിനെ പറ്റിയിട്ട് പല അഭിപ്രായങ്ങളും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അഥവാ വന്നു കഴിഞ്ഞാൽ തന്നെ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഇന്ദുകാന്തമെല്ലാം കഴിക്കാം. ബാക്കി എന്തെങ്കിലും കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ഡോക്ടറോട് ചോദിച്ചിട്ട് തന്നെ കഴിക്കാൻ പാടുള്ളൂ. ചിലർക്ക് ഈ എനിക്ക് കൊറോണ വന്നല്ലോ, ഇനി എൻ്റെ കുട്ടിക്ക് എന്താവും എന്നുള്ള ഭയം കൊണ്ട് തന്നെ അപോഷണം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഗർഭിണികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആയുർവേദത്തിൽ പറയുന്നുണ്ട്, ഗർഭകാലത്ത് കുറുന്തോട്ടിയുടെ കഷായം ദിവസവും കഴിക്കാൻ പറയുന്നു. അത് രോഗപ്രതിരോധ ശക്തി അമ്മയ്ക്കും കുട്ടിക്കും ഉണ്ടാകും, ശരീരത്തിന് ബലവും ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഇതുകൂടാതെ ഡയബറ്റിസ് ഉള്ള രോഗികൾ, പ്രമേഹ രോഗികൾ വളരെ ശ്രദ്ധിക്കണം. സമയം പോകുന്നില്ല എന്ന് വിചാരിക്കുന്നു. പ്രമേഹ രോഗികൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഈ കോവിഡിന്റെ ചികിത്സയിൽ സ്റ്റിറോയിഡ്സ് കൊടുക്കുന്ന ഒരു പ്രശ്നം കൊണ്ടാണെന്ന് പറയുന്നു. ഡയബറ്റീസ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ കോവിഡിന്റെ വൈറസ് പാൻക്രിയാസിൽ അറ്റാക്ക് ചെയ്തിട്ട് പാൻക്രിയാസിലെ സെല്ലുകളെ കുറെ നശിപ്പിക്കുന്നു എന്നും വേറെ ചിലർ പറയുന്നുണ്ട്. അപ്പം ഈ അവിടെ ഇൻസുലിന്റെ ഉത്പാദനം കുറയുന്നു. ഇൻസുലിൻ കുറയുമ്പോൾ ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ വളരെ കൂടുന്നു. അപ്പോൾ മിക്കവാറും ആൾക്കാർക്ക് ഇത് ഷുഗർ കൂടിയിട്ടാണ് കാണുന്നത്. അത് വളരെ ശ്രദ്ധിക്കണം. അതിനെ ആഹാരത്തിലൂടെയും വ്യായാമത്തിലൂടെയും നമ്മൾ കൺട്രോൾ ചെയ്യണം. എൻ്റെ ഒരു രോഗി ഉണ്ടായിരുന്നു, അവര് മരുന്നൊന്നും കഴിച്ചൊന്നുമില്ല, അവര് വ്യായാമം മറ്റും ചെയ്ത് ഷുഗറിനെ വെൽ കൺട്രോൾഡ് ആയിട്ട് നിർത്തിയത്. അവർക്ക് പോസിറ്റീവായി, പിന്നെ നെഗറ്റീവ് ആയപ്പോൾ അവരുടെ ഷുഗർ 250 വരെ എത്തി. അവരെന്ത് ചെയ്തു, അത്യാവശ്യം നടക്കാറൊക്കെ ആയപ്പോൾ നന്നായിട്ട് നടത്താൻ തുടങ്ങി. വിത്തിൻ 10 days അവരുടെ ബ്ലഡ് ഷുഗർ 250 ഫാസ്റ്റിംഗിലിരുന്ന് 150ലേക്ക് താഴ്ന്നു വന്നു. നോക്കണം, ഒരു ചെറിയൊരു എക്സസൈസ് കൊണ്ട് മാത്രം അവർ അതിനെ ജയിച്ചെടുത്തു. അപ്പോൾ അത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മരുന്ന് കഴിക്കുക. ഇൻസുലിൻ വേണമെങ്കിൽ ഇൻസുലിൻ കഴിക്കുക, അല്ലെങ്കിൽ ആയുർവേദ മരുന്നോ അലോപ്പതി മരുന്നോ കൃത്യമായി കഴിക്കണം. ആഹാര നിയന്ത്രണം വളരെ വളരെ ശ്രദ്ധിക്കണം. പിന്നെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ സൈക്കോ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ്, ബ്രെയിനിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കുന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട്. നമ്മൾ അതിനെപ്പറ്റി ഒന്നും ഇപ്പൊ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം 1 വർഷം മുമ്പേ പോസിറ്റീവായ ആൾക്കാരൊക്കെ വളരെ കുഴപ്പമില്ലാതെ ഇപ്പം നടക്കുന്നു. ചില CT സ്കാൻ വിദേശത്തൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് ബ്രെയിനിൽ ചില മാറ്റങ്ങൾ പറയുന്നത്. എന്നിരുന്നാലും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. മാനസിക സംഘർഷം കുറയ്ക്കുക എന്നുള്ളത്
രമേശ് നേരത്തെ പറഞ്ഞു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രമാധ്യമങ്ങളും മീഡിയകളും ടി വി എവിടെ നോക്കിയാലും നമുക്ക് ഈ കൊറോണയെ കുറിച്ചൊരു ഭീകരമായ അവസ്ഥ സൃഷ്ടിച്ചു കഴിഞ്ഞു. വടക്കേ ഇന്ത്യയിൽ ഓക്സിജൻ കിട്ടാനില്ല, ബെഡ് കിട്ടാനില്ല, മരിച്ചാൽ കുഴിച്ചിടാൻ സ്ഥലമില്ല, ഗംഗയിൽ ഡെഡ് ബോഡി ഒഴുക്കുന്നു, കത്തിക്കാൻ സ്ഥലമില്ല, വിറകില്ല, ആൾക്കാരുടെ അടുത്ത് കാശില്ല എന്ന്. ഇനി എനിക്കെന്ത് പറ്റും, എനിക്ക് വന്നാൽ എന്ത് പറ്റും ഈശ്വര? നമ്മുടെ മനസ്സിൽ എല്ലാം ഒരു തീ കത്തുകയാണ്. എന്താണ് സംഭവിക്കാൻ? ഇത് മീഡിയ ഒരു വളരെയധികം അങ്കലാപ്പ് നമ്മുടെ മനസ്സിലുണ്ടാകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഭയം ഉള്ളിലുള്ള ആൾക്കാരും മീഡിയകൾ ടി വി ഒന്നും കാണാതിരിക്കുക. നല്ല നല്ല സിനിമ, മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ നല്ല സിനിമ കണ്ട് രസിക്കുക, മറ്റുള്ളതൊന്നും നിങ്ങൾ കാണാതിരിക്കുക. എന്തായാലും നേരിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുക, ഈശ്വരനോട് പ്രാർത്ഥിക്കുക. ഇത്രയൊക്കെ അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനെയാണ് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് തേർഡ് വേവ് ഇവിടെ വരാൻ പോകുന്നു, അത് കുട്ടികളെയാണ് ബാധിക്കാൻ പോകുന്നത് എന്ന് പ്രധാനമായിട്ടുള്ള ഒരു വാണിംഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നമ്മളുടെ കുട്ടികളെ, നമ്മുടെ ഉണ്ണികളെ നമ്മൾ എങ്ങനെ സൂക്ഷിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് നിങ്ങൾ ഓരോരുത്തരും, കുടുംബസ്ഥരായ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. ആഹാര രീതി, വ്യായാമം, എന്തെങ്കിലും മരുന്നുകൾ കൊടുക്കണം. ആയുർവേദത്തിൽ കൊടുക്കാൻ എന്തുണ്ട്? നിങ്ങളുടെ അടുത്ത് ധാരാളം രോഗപ്രതിരോധ ശക്തി കുട്ടികൾക്ക് ഉണ്ടാക്കുന്നതാണ് ഇന്ദുകാന്താമൃതം, ഹീമോക്കോട്ട്, ബാലാമൃതം, വിശ്വാമൃതം. പിന്നെ കുട്ടികൾക്കും ചവനപ്രാശം കൊടുക്കാം. രജന്യാദി ചൂർണം കുട്ടികളുടെ എല്ലാ രോഗങ്ങൾക്കും കൊടുക്കാവുന്ന ഔഷധമാണ് രജന്യാദി ചൂർണം. ഇതെല്ലാം കുട്ടികളെ ഇപ്പോഴേ കഴിപ്പിച്ച് ശീലിപ്പിക്കുക. ഒരു തേർഡ് വേവിൽ നിന്ന് നിങ്ങൾ ഓരോ കുട്ടിയും രക്ഷപ്പെടണം എന്നുള്ള ദൃഢനിശ്ചയം നമ്മുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ ഉണ്ടാവണം. അങ്ങനെ വേണം നിങ്ങൾ പ്രവർത്തിക്കാൻ. ഇത്രയൊക്കെയാണ് നമുക്ക് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയാനുള്ളത്. ഇനി നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കുക. അറിയുന്ന കാര്യങ്ങളാണ്, ഞാനോ അല്ലെങ്കിൽ ഡോക്ടർ രമേശോ അതിന്റെ ഉത്തരം തരുന്നതാണ്. ഏതായാലും ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന ഫംഗസിനെ പറ്റിയിട്ട് എന്താണ് ചെയ്യാൻ പോണത് എന്നൊരാൾ ഒരു ക്വസ്റ്റ്യൻ ചാറ്റിൽ കണ്ടു. ഞാൻ പറയാൻ വിചാരിച്ചതായിരുന്നു. ഫംഗസിനെ പറ്റിയിട്ട്, ബ്ലാക്ക് ഫംഗസിനെ പറ്റി വളരെ ഗൗരവമായിട്ട് ഞങ്ങൾ ഇന്നലെ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്തു. ആയുർവേദശാല ഞങ്ങളുടെ ഡോക്ടേഴ്സ് എല്ലാം കൂടി. അപ്പൊ ഞങ്ങളൊരു പ്രോട്ടോകോൾ ഉണ്ടാക്കിയിട്ട് ഫംഗസ് വരുന്ന രോഗികൾ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള പറ്റി ഒരു തീരുമാനം എടുത്ത് വിതിൻ 1 or 2 days ഞങ്ങൾ എല്ലാ ആൾക്കാരും, ആവശ്യമുള്ള ആൾക്കാർക്ക് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാവുന്നതാണ്. അറ്റ് പ്രസന്റ് തന്നെ നമുക്ക് അതിനെപ്പറ്റി ട്രീറ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ ധാരണ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റി ട്രീറ്റ് ചെയ്യാൻ പേടിക്കണ്ട. അപ്പൊ ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന എറണാകുളം ചാർട്ടേഡ് അക്കൗണ്ട് അസോസിയേഷൻ എല്ലാവരോടും അകൈതവമായ നന്ദി അറിയിക്കുന്നു. നമസ്കാരം. Sir, ഒരു question വന്നിട്ടുണ്ട്. Can ashwagandha capsule be given to a 4-year-old child as it's easy? He is not taking Chyawanprash. To a capsule weighs about around 1 or 2 grams. He can take. One capsule daily is okay. കുട്ടിക്ക് ആണെങ്കിൽ ഇന്ദുകാന്താമൃതം എന്ന് പറഞ്ഞ സിറപ്പ് ഉണ്ട്. അതൊരു ഡോക്ടറുടെ ഒപ്പീനിയൻ എടുത്തിട്ട് കൊടുക്കാവുന്നതാണ്. അത് സ്വീറ്റ് ആയിട്ടുള്ള ഒരു സിറപ്പാണ്. അത് കുറച്ചും കൂടി നന്നായിരിക്കും. ഡോക്ടർ, കുട്ടികൾക്കുള്ള മരുന്ന് ഒന്നുകൂടെ പറയാമോ എന്നൊരു മെമ്പർ ചോദിക്കുന്നുണ്ട്. അത് എനിക്ക് പറയാനുള്ളത്, കുട്ടികൾക്കുള്ളത് എപ്പോഴും ഒരു ഡോക്ടറുടെ ഉപദേശം എടുത്തിട്ട് കൊടുക്കാവുന്നതാണ്. എന്തെങ്കിലും നമ്മൾ പോയിട്ട് വാങ്ങിക്കൊടുക്കുന്നതിൽ അർത്ഥമില്ല. ഈ ഇന്ദുകാന്താമൃതം, ഇപ്പൊ പറഞ്ഞ മാതിരി അശ്വഗന്ധ, പിന്നെ നമ്മുടെ ബാലാമൃതം, വിശ്വാമൃതം കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു ഡോക്ടറുടെ ഒപ്പീനിയൻ എടുത്തിട്ട് കൊടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. അപ്പൊ ഇത് സ്വീറ്റ് ഇതുണ്ട്. അപ്പൊ ടേസ്റ്റിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് തോന്നുന്നു. അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള മരുന്നുകളുണ്ട്. വേറൊരു മെമ്പറിന്റെ ഡൗട്ട്, എനി സ്പെസിഫിക് ട്രീറ്റ്മെന്റ് റിക്വയർഡ് ടു ബ്രിങ് ബാക്ക് സ്മെൽ ആൻഡ് ടേസ്റ്റ്? അതിന് ഞങ്ങള് ചെയ്യണത് ഹെർബൽ സ്റ്റീം പറയലാണ്. ഹെർബൽ സ്റ്റീമിന് നമുക്ക് അണുതൈലം കർപ്പൂര തൈലം വെള്ളത്തിൽ ഇട്ടിച്ചിട്ട് അത് ഹെർബൽ സ്റ്റീമായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ തുളസി മുതലായിട്ട് ഉപയോഗിക്കണം. ഈയിടെ ഒരു വ്യക്തി രാസ്താനി പൊടി വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അതിന്റെ സ്റ്റീം എടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ സ്മെല്ലുള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതും വളരെ എഫക്റ്റീവാണ്. ഇത് ഇത്രയും കാര്യങ്ങളാണ്. അണുതൈലം ദിവസവും മൂക്കിലിട്ടിച്ച് നസ്യമായിട്ട് ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ്. ഇതില് ഒന്ന് പറയാനുള്ളത്, ഈ സ്മെൽ ആൻഡ് ടേസ്റ്റ് ഇതിന്റെ ഒരു ഭാഗമാണ്.
അതായത് ഈ വൈറസ് ഇൻഫെക്റ്റഡ് ആകുമ്പോൾ എയ്സ് റിസപ്റ്റേഴ്സ് കൂടിയാണ് ഉള്ളിൽ കിടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത്, വായയും മൂക്കും ഒക്കെ എന്നും ക്ലീൻ ആക്കി വെക്കാൻ പറ്റുകയാണെങ്കിൽ ഇത് വളരെയധികം ഒരു പ്രിവെന്റീവ് ആസ്പെക്റ്റിൽ കൊണ്ടു നടക്കാൻ കഴിയും. ഒന്ന്, ഇപ്പൊ കോവിഡ് ടങ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് തന്നെ ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ആ ടങ്ങിൽ വരുന്ന മാറ്റങ്ങൾ, ഒരു കോവിഡ് എഫക്റ്റഡ് ആയാൽ ടങ്ങിൽ വരുന്ന മാറ്റം, ഇപ്പോ ഇത് ഇപ്പൊ റെഗുലർ ആയിട്ടുള്ള ഗാർഗ്ലിംഗ്, അതുപോലെ മറ്റേ റെഗുലർ ആയിട്ട് നമ്മൾ അണുതൈലം, ഇപ്പോ ഡോക്ടർ ഉണ്ണി പറഞ്ഞ പോലെയുള്ള അണുതൈലത്തിന്റെ ഒരു ഇതൊക്കെ ആവുമ്പോ ഇത് പ്രിവെന്റ് ചെയ്യാൻ ഒരു പരിധി വരെ ഇതാവും. പിന്നെ ഒട്ടനവധി കാര്യങ്ങളിൽ അങ്ങനെ പരിഭ്രമിക്കേണ്ട കാര്യമില്ല. പലപ്പോഴും ഇത് പാർഷ്യലി വന്നിട്ടുള്ള ഒരു മാറ്റമായിരിക്കും. അത് നാച്ചുറലി തന്നെ അത് ശരിയായി മാറുകയും ചെയ്യാം. അതില്ലാത്തൊരു സന്ദർഭം വരുമ്പോൾ മാത്രമേ നമുക്ക് ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ചികിത്സയ്ക്ക് അപ്പൊ പരിഭ്രമിക്കേണ്ട, പേടിക്കണ്ട എന്ന് പറയാൻ. ഒരു മെമ്പർ ചോദിച്ചിരിക്കുന്നത്, can you suggest the best 2 medicines we can take during this COVID times to prevent infection? Infection prevent ചെയ്യാൻ പറ്റുന്ന I generally suggest, Dr. Unni can give his opinion. I generally suggest Indukantham Quatham tablet 2 numbers with 1 tablet of Vilwadi Gulliga 2 times a day before food. It can be taken. And Ayush Quatha Churnam, which we were explaining now, is an excellent medicine, because that study also we have done, because the ingredients of Ayush Quatha Churnam contain lot of more than 25 flavonoids and alkaloids, which help to protect immunity, as well as it has got anti-inflammatory, immunomodulatory, and antiviral properties. So this, I think, with minimum medicine, Indukantham Vilwadi plus Ayush Quatha Churnam will be helpful. ഒരു മെമ്പർ വീണ്ടും ചോദിച്ചിരിക്കുന്ന സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഐ മിസ് ദി ഏർലി പാർട്ട്. ഓൺ റൂട്ടീൻ ബേസിസ് വാട്ട് മെഡിസിൻ ടു ബി കൺസ്യൂംഡ് ആസ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഓൺ എ ലോങ് ടേം ഡെയിലി ബേസിസ് വിതൗട്ട് എനി സൈഡ് എഫക്ട്സ്? So already Dr. Ramesh has explained, same thing. Same thing. Yeah. മെമ്പേഴ്സിന് വേറെ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ യു ക്യാൻ പ്ലീസ് പുട്ട് ഓൺ ദ ചാറ്റ് ബോക്സ്. ഇല്ലെങ്കിൽ നമ്മുടെ സമയമായി. അതുകൊണ്ട് ഡോക്ടേഴ്സ്, സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ ഓൺ ചെയ്ത് വെച്ച് കേൾക്കണം എന്ന് വിചാരിച്ചതാണ് തുടങ്ങിയപ്പോൾ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത ഗിൽറ്റി ഫീലിംഗ് ആയി, ചമ്മലായി. അതുകൊണ്ടാണ് വീഡിയോ ഓഫ് ചെയ്ത് കേട്ടിരുന്നത്. കാരണം പറഞ്ഞിരുന്ന പല കാര്യങ്ങളും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ റെഗുലർലി ചെയ്യാണ്ട് പോകുന്നതാണ്. ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചിനെ കുറിച്ച് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡെഫിനറ്റ്ലി ഒരു മോട്ടിവേഷൻ ആയിട്ടുണ്ട്. ഐ എം ഷുവർ ഫോർ ഓൾ ഓഫ് ദം ഹു ആർ ഹിയർ ടുഡേ. And we felt like, I definitely felt like a young child sitting in classroom. വളരെ simple ആയിട്ട് peaceful ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. Thank you so much for joining us today. One more member has put up a question. If you can just take that. Any precautions against black fungus? നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ബ്ലാക്ക് ഫംഗസിനെ ഒന്ന് പ്രധാനമായിട്ട് ഇമ്മ്യൂണിറ്റി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. കാരണം ബ്ലാക്ക് ഫംഗസ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് അങ്ങനെ പെട്ടെന്ന് വരുന്ന ഒരു സംഗതിയല്ല. ഇപ്പോ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഗതികളൊക്കെ എന്താണെന്ന് വെച്ചാല്, ഒന്ന് ഡയബറ്റീസ്, അൺകൺട്രോൾഡ് ഡയബറ്റീസ് ഉണ്ടാവുക, പിന്നെ ഓവർ യൂസ് ഓഫ് സ്റ്റിറോയിഡ്സ്. കാരണം സ്റ്റിറോയിഡ് ശരിക്കും വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് 5th ഡേ മുതൽ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ കുറയ്ക്കാനാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയൊന്നും അല്ലാതെ, കാരണം സ്റ്റിറോയിഡ് ഇപ്പൊ പലരും പല രീതിയിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഓവർ ഡിപ്പെൻഡൻസ് ഓൺ സ്റ്റിറോയിഡ് കൊണ്ട് ഇമ്മ്യൂണിറ്റി ക്രാഷ് ചെയ്യുമ്പോഴാണ് ഇത് വരുന്നത്. മാത്രമല്ല, ICUവിൽ കിടക്കുന്ന പേഷ്യൻസിന് ഈ ഡാമ്പൻഡ് കണ്ടീഷനിൽ, അതായത് AC-യുടെ കീഴെ വെള്ളം കെട്ടി നിൽക്കുക, പിന്നെ ഇവർക്ക് കൊടുക്കുന്ന ഇൻഹെയിലർ, ഇപ്പൊ ഈ വെന്റിലേറ്റേഴ്സ്, അതിലൊക്കെ യൂസ് ചെയ്യുന്ന വെള്ളം, അതുപോലെ കാർപ്പറ്റിന്റെ അടിയിലൊക്കെ ഡാംപ്നെസ് ഉണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഈ ഫംഗസ് ഉള്ളിൽ പോകാനുള്ള സാധ്യതകൾ. അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ഡയബറ്റീസ്, നമ്മൾ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് പേഷ്യൻസ്, അതായത് ഇമ്മ്യൂണോ സപ്രസൻസ് കഴിക്കുന്ന ഇപ്പൊ ആർത്രൈറ്റിക് പേഷ്യൻസിൽ ഇമ്മ്യൂണോ സപ്രസൻസ് ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഈ ഫംഗസ് പെട്ടെന്ന് കിട്ടാൻ ബുദ്ധിമുട്ട് സാധ്യതകൾ ഉണ്ടാവും. അപ്പൊ അത് വരാൻ ഏറ്റവും നല്ലത് കീപ് എ വൈബ്രന്റ് ഇമ്മ്യൂണിറ്റി. അപ്പൊ നമ്മൾ സംസാരിച്ചത് ലൈഫ് സ്റ്റൈലിനെ പറ്റിയിട്ട്. ഇവൻ മരുന്നുകളൊക്കെ അവസാനം കുറച്ചേ വരുന്നത്. അതിനേക്കാളൊപ്പം നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നന്നായിട്ട് കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ഇത് പ്രിവെന്റ്, ആൻഡ് പ്രിവെൻഷൻ ഈസ് ആൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. കാരണം
ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇത് ചെയ്യുന്ന ഒരു ആവുകൊണ്ട് നമ്മളെപ്പോഴും ഇമ്മ്യൂണിറ്റി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിലേക്ക് ഇത് കടക്കാതെ നോക്കും. 2-3 ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നു. If you don't mind, പറയാലോ. ഓക്കെ, ഒന്ന് റെഗുലർ ഡയറ്റ് ആൻഡ് റെഗുലർ ആയുർവേദിക് മെഡിസിൻസ് എടുക്കേണ്ടത് എന്താണെന്നാണ്. അതിൽ ആയുർവേദിക് മെഡിസിൻസ് ഡോക്ടേഴ്സ് രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു. റെഗുലർ ഡയറ്റ് എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ട്രഡീഷണൽ ഡയറ്റ് എന്നാ ഞാൻ പറയും. കാരണം നമുക്ക് പണ്ട് ഉണ്ടാക്കിയപ്പോ നമുക്ക് ആലോചിച്ചാൽ അറിയാം. ഞാനൊക്കെ എന്റെ കുട്ടിക്കാലത്ത് ഞങ്ങളൊരു എന്താ പറയാ കൂട്ടുകുടുംബം എന്ന് പറയുന്നത്, അങ്ങനെയുള്ള താമസിക്കുമ്പോ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മള് പല്ല് തേക്കുന്നത് ഉമിക്കരി ഉപയോഗിച്ച ബയോഡിഗ്രേഡബിൾ തിങ്, അത് നാക്ക് വടിക്കുന്നത് ഈർക്കില ഉപയോഗിച്ച, അത് കഴിഞ്ഞാൽ കളഞ്ഞാൽ മതി. അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കുളത്തിൽ കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴുത് വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റും എല്ലാം പച്ചക്കറികൾ, നെല്ലുകുത്തരി കൊണ്ടുള്ള, നമ്മളൊരു ജീവിതത്തിലേക്ക് ഇനിയിപ്പോ പോകാൻ പറ്റില്ല. പക്ഷെ അതെല്ലാം തവിടൊക്കെ നമ്മൾ കളഞ്ഞിപ്പോ പോളിഷ് റൈസ് നമ്മൾ യൂസ് ചെയ്യും. പച്ചക്കറികൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന പച്ചക്കറികള്, വിഷമയമല്ലാത്ത പച്ചക്കറികൾ നമ്മൾ യൂസ് ചെയ്തിരുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് കഴിയുന്നത്ര ചെയ്യും. അപ്പൊ നമ്മൾ പോയിട്ട് വൈകുന്നേരം അച്ഛനും അമ്മയും ബിസിയാണ്, കുട്ടികളും ബിസിയാണ്. നമ്മൾ പോയി വരുമ്പോ ഈ പാക്ക്ഡ് ഐറ്റം വാങ്ങിക്കൊണ്ടുവന്ന് മൈക്രോവേവിൽ വെച്ച് ചൂടാക്കി അതാണ് ഗ്ലോബൽ ആക്സെപ്റ്റൻസ് ഓഫ് അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് ഞാൻ പറയാം. WHO ഡയറക്ടർ ജനറൽ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മളുടെ എല്ലാവരുടെയും, ഇന്ത്യയിലും മാത്രം ഉള്ള സംഭവമല്ല, നിങ്ങൾ എവിടെ പോയാലും ഇത് കാണാം. അപ്പോ പിന്നെ എക്സസൈസ് ഇല്ല. നമ്മൾ കുട്ടികൾ വൈകുന്നേരം വന്നാൽ ഉടനെ മൊബൈൽ എടുത്തു, അല്ലെങ്കിൽ ഈ എന്താ പറയാ നമ്മള് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ടിവിയുടെ മുമ്പിൽ. ഇതല്ലാതെ അവർ കുറച്ച് ഓടിക്കളിക്കട്ടെ, ശുദ്ധമായി ശ്വസിക്കട്ടെ, അങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ, പിന്നെ കുടുംബത്തിലെല്ലാവരും കൂടിയിരുന്ന് വർത്തമാനം പറയുക. അപ്പൊ ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടും, ഒരു ഫീലിംഗ്, ഒരു കുടുംബ ബന്ധങ്ങൾക്ക് വില വരും. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് നമ്മൾ പറഞ്ഞു വന്നതിന്റെ കാര്യം. അല്ലാണ്ട് നമ്മൾ വെറുതെ മരുന്ന് കഴിച്ച് കുറെ ചവനപ്രാശം, രാവിലെ ഒരു സ്പൂൺ ചവനപ്രാശം, രാത്രി ഒരു സ്പൂൺ അത് കഴിക്കാം. ഇതിന്റെ ഒപ്പം അതും കൂടി കഴിച്ചാൽ നന്നായിരിക്കും. മറ്റേത് ചവനപ്രാശം മാത്രം കഴിച്ച് ബാക്കി നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ആവുകയോ ചോദിച്ചാൽ മുഴുവൻ പറയാൻ ബുദ്ധിമുട്ട്. വെരി ഓണസ്റ്റ്ലി സ്പീക്കിംഗ്. യാ, തൃശ്ശൂർ ഉള്ള ഒരു മെമ്പർ എറണാകുളം ബ്രാഞ്ചിനെ അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സർ. അദ്ദേഹം ചോദിച്ചിരിക്കുന്ന ഒരു കാര്യം, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ has told that one lady used വെളുത്തുള്ളി, inji and another item. How much quantity to be taken daily and whether in pure water after boiling? 4 to 5 garlic bursts, a half teaspoon of turmeric powder, a small piece, this much piece of ginger, fresh ginger if possible, all crushed together and mixed with warm milk, half glass daily, once or twice maximum. Thank you. വേറൊരു ചോദ്യം കണ്ടു, വെജിറ്റേറിയൻ ഓർ നോൺ വെജിറ്റേറിയൻ ഓർ ഇമ്മ്യൂണിറ്റി നോട്ട് ഫോർ ഈസി ഡൈജഷൻ, അങ്ങനെ എഴുതിയിട്ടുണ്ട്. അത് ശരിയാണ്. കാരണം നമ്മളങ്ങനെ ആയുർവേദം ഒരിക്കലും വെജിറ്റേറിയനിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നേ ഇല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ആയുർവേദം മത്സ്യത്തിന്റെ മാംസത്തിന്റെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ മാംസത്തിന്റെ ഒക്കെ ഗുണങ്ങളൊക്കെ പറയുന്ന ഒരു മെറ്റീരിയലിസ്റ്റിക് സയൻസ് തന്നെയാണ്, ഒരു വളരെ ഇതായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനെ പറ്റി പറയുമ്പോൾ ആഹാരം എന്തെന്ന് മാത്രമല്ല അതിന്റെ മാത്ര. അതായത് നിങ്ങൾ ഒരു ആഹാരം കഴിച്ച് അത് ദഹിക്കുന്നതിന് മുൻപ് വീണ്ടും ആഹാരം കഴിക്കുമ്പോൾ അതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് അൺഡൈജസ്റ്റഡ് ആയിട്ട് ആമം അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽ എന്ന് മോഡേൺ മെഡിസിനിൽ പറയുന്ന ഒരു തരം അവസ്ഥ ശരീരത്തിൽ ഉണ്ടാകുന്നു. അതാണ് നമ്മളുടെ ഇമ്മ്യൂണിറ്റി ഇതായിട്ട്. അപ്പൊ പിന്നെ അതുപോലെയാണ് ഇപ്പൊ നല്ല ഫ്രഷ് പുഴമീനോ ഇതോ മത്സ്യം കഴിക്കുന്നത് omega-3 omega-6 ഇമ്മ്യൂണിറ്റി ഒക്കെ ബൂസ്റ്റപ്പ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പോ ഈ പ്രിസർവ്ഡ് ആയിട്ടുള്ള എവിടുന്നോ വരുന്ന മത്സ്യം അത് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഹോർമോൺ ഇഞ്ചക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കോഴിയെ കടയിൽ പോയി വന്നിട്ട് നാടൻ കോഴി, ഓടി നടക്കുന്ന കോഴിയെ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് കഴിക്കുന്ന രീതി, ഇപ്പൊ നമ്മള് സായിപ്പ് കഴിക്കണ മാതിരിയാണ് ബ്ലണ്ടായിട്ട് വളരെ കുരുമുളക് പൊടിയോ അതൊക്കെ ഇട്ടിട്ടാ കഴിക്കണ വെച്ചാൽ അത് കൂടുതൽ ഹെൽത്തിയാണ്. നേരെ മറിച്ച് നമ്മളെന്താ ചെയ്യുക, മത്സ്യം കൊണ്ടുവന്നാൽ അത് വറുത്ത് പൊരിച്ച് അതിൽ omega-3 ഇല്ല, പിന്നെ omega-6 ഇല്ല, ഒന്നുമില്ല, ആകെ സ്വാദുണ്ട്. അപ്പൊ അങ്ങനെ കഴിക്കുമ്പോഴാണ് ഇതിന് പ്രശ്നം. അതല്ലാണ്ട് വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ ദഹനത്തിനനുസരിച്ച് നമ്മൾ ഏതാണോ ശീലിച്ചു വരുന്നത് കഴിക്കുന്നോണ്ട് തെറ്റില്ല. പക്ഷെ കഴിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കാം. അത്രയും പറയാൻ.
ഒരു മെമ്പർ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന് കോവിഡ് വന്നിരുന്നു 3 ആഴ്ച മുമ്പ്. ഇപ്പോഴും ചെറിയൊരു ചുമയുണ്ട്, ഡ്രൈ കോഫ് ആണ്. എന്തെങ്കിലും മെഡിസിൻ സജസ്റ്റ് ചെയ്യാനുണ്ടോ? അദ്ദേഹത്തിന് ദശമൂല രസായനം എന്ന് പറയുന്ന ഒരു ലേഹ്യമുണ്ട്. അത് ദിവസവും കഴിക്കുന്ന, ഇടയ്ക്കിടയ്ക്ക് ചുമ വരുമ്പോഴൊക്കെ ഓരോ സ്പൂൺ വായിലിട്ട് കായ് പോലെ അലിച്ച് കഴിക്കാം. അതുകൊണ്ട് കുറവില്ലെങ്കിൽ ഒരു ഡോക്ടറെ അദ്ദേഹം കാണുന്നത് നന്നായിരുന്നു. ദ്യോഷാദി വടകം, ദശമൂല രസായനം മുതലായിരുന്നു. വേറൊരു മെമ്പർ ചോദിച്ചിരിക്കുന്നത് ദിവസം മുട്ട കഴിക്കാൻ പറയുന്നത് ശരിയാണോ? അത് ഡോക്ടർ രമേശ് വളരെ വ്യക്തമായിട്ട് പറയും. ഇതൊക്കെ നമ്മുടെ പാരമ്പര്യങ്ങൾ, നമ്മുടെ കുടുംബത്തിലുള്ള ശീലങ്ങളാണ്. ദിവസവും 2 നേരം മുട്ട കഴിക്കുന്നവർക്ക് ദഹിക്കുന്നുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷെ ആയുർവേദം പറയുന്നത് വെച്ചാൽ നിങ്ങൾ എന്ത് കഴിച്ചു കഴിഞ്ഞാലും അടുത്ത ഭക്ഷണം, 2ാമത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം ഭക്ഷണം നന്നായി ദഹിച്ചു എന്ന് ഉറപ്പ് വരുത്തണം. ഒന്നിനു മേലെ ഇങ്ങനെ പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ ഇട്ടിട്ട് ഇങ്ങനെ കഴിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ വിചാരിക്കേണ്ട ഇതെല്ലാം ശരീരം ദഹിപ്പിച്ചെടുക്കും. ശരീരത്തിന് അതിൻ്റെതായ ചില കാൽക്കുലേഷൻസ് ഉണ്ട്, ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ ഈ 2 ഇഞ്ച് നാക്കിന്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടി മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത്. ശരീരത്തിന്റെ റിക്വയർമെന്റ് നമ്മൾ നോക്കുന്നില്ല. നമുക്ക് ഒരു ദിവസം എത്ര കലോറി എക്സ്പെൻഡിച്ചർ ഉണ്ട്, അതിനനുസരിച്ച് എത്ര ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുന്നു, ഇത് നോക്കിയല്ല നമ്മൾ ഭക്ഷണം നിശ്ചയിക്കുന്നത്. വെറും നാക്കിന്റെ സംതൃപ്തി മാത്രമാണ്. അതുകൊണ്ട് മുട്ട നമ്മൾ എത്ര കഴിക്കുന്നു എന്നുള്ള പ്രശ്നമാണ്. ഡോക്ടർ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നേരത്തെ പറഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ വെള്ളത്തിൽ ചാലിച്ച് കഴിക്കാൻ പറ്റുമോ? പാല് കുടിച്ചാൽ അദ്ദേഹത്തിന് കോൾഡ് വരും. ഇതൊക്കെ നമുക്ക് വെള്ളത്തിൽ ചാലിച്ച് കഴിക്കാം, അല്ലെങ്കിൽ കഷായമാക്കി കഴിക്കാം, വേണമെങ്കിൽ കുറച്ച് തേനൊക്കെ ചേർത്ത് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. താങ്ക് യു സോ മച്ച്. നമ്മളൊരു 10-15 മിനിറ്റ് നിങ്ങളുടെ എക്സ്ട്രാ എടുത്തു. ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല അഡ്വൈസും കിട്ടി, നല്ല സജഷൻസും ആണ് വന്നിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. മാക്സിമം നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു ഡിയർ മെമ്പേഴ്സ് ഫോർ ജോയിനിങ് ഇൻ സച്ച് ഹ്യൂജ് നമ്പേഴ്സ്. എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു മാഡം? 55 പേരുണ്ടായിരുന്നു സർ. 55 പേര്. അതെ. താങ്ക് യു സോ മച്ച്. Thank you for your time. Thank you.